ഹായ് ഓൾ. സോ ഇന്നലെ ഫിസിക്സ് എക്സാം ഷെബിൻ സാറ് തൂക്കി എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ മെയിൻ ആവുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കെമിസ്ട്രി മുഴുവൻ ഞാൻ അടിച്ചു മാറ്റും. ഞാൻ നല്ല മുഴുവൻ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരുന്നു പണി. കിട്ടിയ ക്വസ്റ്റ്യൻസ് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 45-50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്ലിയർ? സോ അപ്പോൾ സെറ്റായിട്ട് കാണുക. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ചാപ്റ്റേഴ്സ് പഠിച്ച് തീരാത്തവർ വെറുതെ ഇരുന്ന് ക്വസ്റ്റ്യൻ കണ്ട് ടൈം കളയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പഠിക്കുക. പഠിച്ച് തീർന്നാലും ഇല്ലെങ്കിലും, നോട്ട് ദ പോയിന്റ്, പഠിച്ച് തീർന്നാലും ഇല്ലെങ്കിലും രാത്രി ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസിൻ്റെ ടൈം വീഡിയോയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് രാവിലെ നീറ്റിട്ട് ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ക്വസ്റ്റ്യൻസ്, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി കൺഫേം ആക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ബിക്കോസ് നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് എക്സാമിന് വരും. ക്ലിയർ? അപ്പോൾ പിന്നെ ബാക്കി ആ ഡൗട്ടുള്ള ക്വസ്റ്റിന് ശേഷം വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഫൈനലി പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 3900 സബ്സ്ക്രൈബേഴ്സായി നമുക്ക്, മാഷാല്ലാ. സോ അപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ്, മറ്റേ ഹൃദയം പറിക്കാനും ഫയർ ഇടാനും മറ്റേ കത്തിക്കാനൊന്നും പറയുന്നില്ല എന്നുള്ളൂ. നമ്മൾ മാക്സിമം കോണ്ടന്റ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൈം കുറച്ച് മാക്സിമം എഫേർട്ട്, നിങ്ങളുടെ എഫേർട്ട് കുറച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ രീതി. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴേ നമ്മൾ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, അപ്പോഴേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊരു എനർജി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ എനർജി. ഞാൻ ഇപ്പോൾ ലൈക്ക് ചെയ്യാമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ദെൻ നാളെ എക്സാമിന് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പാണ്. ഇപ്പോൾ പുതിയ ട്രെൻഡിൽ വന്നൊരു സാധനമാണ് ഇത് കേട്ടോ. ഒരു പ്രസ്താവന, അതിൻ്റെ അടുത്തൊരു പ്രസ്താവന, അല്ലെങ്കിൽ അതിൻ്റെ കാരണം, റീസൺ. എന്നിട്ട് ഇതിൽ രണ്ടും ശരിയാണ്, രണ്ടും തെറ്റാണ്, ഒന്ന് ശരിയാണ്, ഒന്ന് മറ്റേതിൻ്റെ റീസൺ ആണ്. ആ 4 ഓപ്ഷൻസ് ആദ്യം പരിചയപ്പെടണം. അന്ന് നമ്മൾ ബയോളജീൻ്റെ ലൈവ് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ അന്ന് ക്ലാസ് കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാം, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് മനസ്സിലാവാത്തവർക്ക് ഇത് ആൻസർ ചെയ്യാൻ കിട്ടൂല. അപ്പോൾ എ ഓപ്ഷൻ എന്താ? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. അസേർഷനും കറക്റ്റാണ്, റീസണും എന്താണടാ? കറക്റ്റാണ്. അങ്ങനെ ആണെങ്കിൽ, അത് മാത്രമല്ല, ഈ റീസൺ, അതായത് രണ്ടാമത്തെ പ്രസ്താവന ആദ്യത്തെ പ്രസ്താവനൻ്റെ കറക്റ്റ് എന്തായിരിക്കണം? എക്സ്പ്ലനേഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഓപ്ഷൻ എ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഓപ്ഷൻ ബി എന്താ? എയും ഒന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. പക്ഷേ രണ്ടാമത്തേത് ഒന്നാമത്തിൻ്റെ റീസൺ അല്ല, അവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബി ഓപ്ഷൻ എടുക്കണം. ആൻഡ് സി ഓപ്ഷൻ എന്താ? ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. ഡി എന്താ? രണ്ടും തെറ്റാണ്. അപ്പോൾ പിന്നെ ചിലർക്ക് തോന്നും, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ തെറ്റു രണ്ടാമത്തെ ശരി ആയിക്കൂടെ. സോറി, ഡി ഓപ്ഷൻ അതാണ് കേട്ടോ. സോറി, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഡി ഓപ്ഷൻ അത് ശ്രദ്ധിക്കണേ, ചിലത് രണ്ടും തെറ്റാണെന്നുണ്ടാവാറ്. ഇവിടെ ഡി ഓപ്ഷൻ തന്നിട്ടുള്ളത് ആദ്യത്തെ തെറ്റാണ്, രണ്ടാമത്തെ ശരിയാണ്. അപ്പോൾ ആ ഓപ്ഷൻസ് കറക്റ്റ് പ്രോപ്പറായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. ക്ലിയർ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുകയെ. സോ ഫസ്റ്റ് നമ്മുടെ എന്ത് നോക്കാം? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശ്രദ്ധിച്ചോടാ. അസേർഷൻ: എ ഗ്യാസ് ഹാവിങ് എ വോളിയം ഓഫ് 44 liter at 1 atm pressure will compress to 11 liter at 4 atm pressure. ഓക്കെ, അതായത് 44 ലിറ്റർ വ്യാപ്തമുള്ള ഒരു വാതകം, അത് എത്രയായിരുന്നു? 1 atm പ്രഷറിൽ, മർദ്ദത്തിലായിരുന്നു. അതിന് നമ്മൾ ചുരുക്കി അതിന് മർദ്ദം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മർദ്ദം 4 atm അതിൻ്റെ വ്യാപ്തം, വോളിയം 11 ലിറ്ററും ആക്കി മാറ്റി. ക്ലിയർ? അതാണ് സ്റ്റേറ്റ്മെൻറ്റ് എ, ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തത്, അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ P1 V1 ഈക്വൽ ടു P2 V2. അപ്പോൾ ആദ്യം ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ആരൊക്കെ തമ്മിലാണ് എന്തൊക്കെ തമ്മിലാണ് ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്, ഏത് ലോ ആണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നോക്കിയടാ, നമ്മൾ തന്നിട്ടുള്ളത് മർദ്ദം പിയും മാറുന്നുണ്ട്, അതേപോലെ തന്നെ വ്യാപ്തം വിയും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. പിയും വിയും മാറുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഏത് ലോ തന്നെയാണ്? ബോയിൽസ് ലോ തന്നെയാണ്, അല്ലേ? 100% അത് ഏത് ലോ ആണ്? ബോയിൽസ് ലോ ആണ്. അതിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പ്രഷറും വോളിയം, മർദ്ദവും വ്യാപ്തവും മാറുന്നത് ബോയിൽസ് ലോ ആണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബോയിൽസ് ലോ ആണത്. ദെൻ ബോയിൽസ് ലോൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോടാ. P1 V1 ഈക്വൽ ടു എന്താണ്? P2 V2 തന്നെയാണ്. അത് തന്നെയാണ്. സോ ഇത് ബോയിൽസ് ലോ തന്നെയാണ്. അപ്പോൾ ബി പ്രസ്താവന ശരിയാണ്. ദെൻ എയിലോട്ട് നമുക്ക് പോകാം. അവിടെ എയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് ചെക്ക് ചെയ്യണം, ഓക്കെ, കറക്റ്റ് ആണോ എന്നുള്ളത്. അവർ പറഞ്ഞത് കറക്റ്റാണ്. അപ്പം നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് നോക്കുക. നമ്മൾ ഇക്വേഷൻ ഉണ്ട് P1 V1 ഈക്വൽ ടു P2 V2. ആദ്യത്തെ മർദ്ദം
P1 1 ATM ആണ്. ആ സമയത്ത് വ്യാപ്തം വോളിയം V1 44 ലിറ്റർ ആണ്. പിന്നെ P2 4 ATM ആക്കി. ദെൻ V2 നമുക്ക് അറിയില്ല, ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് അറിയില്ല V2. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കിട്ടുന്ന ആൻസർ ശരിയാണെങ്കിൽ എയും ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് എങ്ങനെ നമുക്ക് എന്താ കാണണ്ടേ? V2 അല്ലേ കാണണ്ടേ? അപ്പോൾ V2 കാണാൻ വേണ്ടി ഞാൻ V2 അവിടെ നിർത്തി. അപ്പോൾ എന്താ വരിക? V2 അവിടെ നിർത്തുമ്പോൾ ഈ P2 ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ P1 V1 ഡിവൈഡഡ് ബൈ എന്ത് വരുമോടാ? P2. ഇനി നമ്മൾ വാല്യൂസ് കൊടുക്കുക. ഓക്കെ, വാല്യൂസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, P1ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. V1ൻ്റെ വാല്യൂ എത്ര? 44 ആണ്. ഡിവൈഡഡ് ബൈ P2ൻ്റെ വാല്യൂ എത്ര? 4. ദെൻ 1 × 44 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 11 ലിറ്റർ. സോ നമുക്ക് തന്ന വാല്യൂ കറക്റ്റ് ആണ്. സോ ഇവിടെ എന്താണ് ഉത്തരം? എയും ശരിയാണ്, ബിയും ശരിയാണ്. മാത്രമല്ല എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ആര്? ബി. ഈസി, ക്ലിയർ ഓക്കെ അല്ലേ? സെറ്റ്. ദെൻ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, വീണ്ടും അസേർഷൻ റീസൺ ആണ്. അസേർഷൻ റീസൺ അല്ല, കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് അതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി, ഏതൊക്കെയാണ് തെറ്റിതാണ് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കോ. സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 24. ഒരു എലമെൻറ്റ് ഉണ്ട്, എലമെൻറ്റ് എക്സ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 24 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ എത്രയാണ്? 24. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ശരിയാണോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ സബ്സ് ഇലക്ട്രോണിക് വിന്യാസം താഴെ തന്നിട്ടുള്ളതാണ്. നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് എഴുതി നോക്കിയാൽ മതി, സിമ്പിളായിട്ട് നമുക്ക് അറിയാലോ എഴുതാൻ. എന്താ വരിക? അറ്റോമിക് നമ്പർ 24 അല്ലേ? അപ്പോൾ 1s2 2s2 2p6 3s2 3p6. നിങ്ങൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഈ 3p6 എത്തുമ്പോൾ 18 ആയിട്ടുണ്ടാവും ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 2 2 4 4 6 10 ഇങ്ങനെ എണ്ണി നോക്കാൻ നിൽക്കേണ്ടി വരും. ഇതിൻ്റെ ആവശ്യമില്ല. 3p6 എത്തുമ്പോഴേക്കും 18 ഇലക്ട്രോൺ ആയിട്ടുണ്ടാവും ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? ബാക്കി 24 ടോട്ടൽ അറ്റോമിക് നമ്പർ. അപ്പോൾ 3p6 എത്തിയപ്പോൾ 18 ഇനി ബാക്കി എത്ര ഉണ്ട്? 6 ഉണ്ട്. ദെൻ 3p കഴിഞ്ഞ് ആരാ വരിക? യെസ്, 3p കഴിഞ്ഞ് ആരാ വരിക? നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, എന്നിട്ട് കിട്ടുന്ന ആൻസർ ശരിയാണോ നോക്കിയാൽ മതിയേ. 3s2 3p6 കഴിഞ്ഞ് 3p കഴിഞ്ഞ് ആരാ വരിക? വെരി ഗുഡ്, 4s ആണ് വരിക അല്ലേ? ഞാൻ അവിടെ 4s താഴെ എഴുതിയിട്ടുണ്ട്. 4s2 അത് കഴിഞ്ഞിട്ടാണ് ആര് വരിക? 3d അല്ലേ? പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം ആരെഴുതും? 3d എഴുതും. എന്തിൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്? ഷെല്ലിൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മക്കളെ ഇങ്ങനെ തെറ്റിക്കാണ്ട് എഴുതുക. അതെങ്ങനെ ഓർത്തിരിക്കുക? ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2. ഈ 3s2 കഴിഞ്ഞ് 3p6 കഴിയുമ്പോഴാണ് നമുക്ക് ഡൗട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? എഴുതുന്ന സമയത്ത് 3p കഴിഞ്ഞിട്ട് ഒരെണ്ണം എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് എന്ത് എഴുതുക? 4s എഴുതുക. കാരണം 3p കഴിഞ്ഞാൽ പിന്നെ എവിടെ വരുള്ളൂ? 4s വരുള്ളൂ. ആ 4s2 ഇപ്പം എത്രയായി? 18ഉം 2 20ആയി. ഇനി ബാക്കി ഉണ്ടെങ്കിൽ അത് എവിടെ വരണം? 3d വരണം. ആ 3d എഴുതുമ്പോൾ എവിടെ എഴുതണം? 4sന് മുമ്പിൽ എഴുതണം. അതിനർത്ഥം ഒരിക്കലും 3d നിറഞ്ഞിട്ടല്ല 4s എന്ന് അറിയുന്നത്. മക്കളെ ഓർത്തിരിക്കണം. 4s നിറഞ്ഞതിന് ശേഷം മാത്രമേ 3d എന്ന് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 4s2 കഴിഞ്ഞ് 3d ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷെല്ലിൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്, ഷെല്ലിൻ്റെ ക്രമം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുമ്പോൾ അതിന് എവിടെ എഴുതണടാ? 4sന് മുമ്പിൽ എഴുതണം. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3d ഉണ്ട് ഇവിടെ. 3d എത്ര ഉണ്ട്? ഇപ്പോൾ 20 ആയി, ബാക്കി 4 ഉണ്ട്. അപ്പോൾ 3d 4s2. ഇനി ഇവിടെയാണ് അടുത്ത എന്ത് ടാസ്ക്. ഇവിടെ ശ്രദ്ധിച്ചടാ, D4s2 ആണ് വന്നത്. ഈ D4s2 ആരുടെ കോൺഫിഗറേഷൻ ആണ് ആക്ച്വലി? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആരാ? ക്രോമിയം അല്ലേ? ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഇവിടെ ക്രോമിയം ആണെന്ന് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ D4s2 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്താക്കി മാറ്റണം? നമ്മൾ പഠിച്ചിട്ടുണ്ടടാ. D4s2 വന്നതിന് എന്താക്കി മാറ്റണം? D5s1 ആക്കി മാറ്റണം അല്ലേ? കാരണം എന്താ? ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ പകുതി നിറഞ്ഞ അവസ്ഥയിൽ അതിന് എന്ത് കൂടുതലാണ്? സ്ഥിരത, അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. ക്ലിയർ അല്ലടാ? അപ്പോൾ ഇവിടെ ശരിക്കും D4s2 നല്ല എഴുതേണ്ടത് എന്താ വരിക? 3d5 4s1 ആണ് എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. ആ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്, നല്ലോണം മനസ്സിലാക്കുക. ഇതേപോലെ നിങ്ങൾക്ക് തരണം അറ്റോമിക് നമ്പർ 29. അറ്റോമിക് നമ്പർ എത്രയാടാ? 29 തന്നു. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് ചെയ്യാം കേട്ടോ. അറ്റോമിക് നമ്പർ 29 ആണെന്ന് തന്നു. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതുക? 1s2 2s2 2p6 3s2 3p6 ദെൻ 3p കഴിഞ്ഞ് ആരെ എഴുതുക നമ്മൾ? 4s2 3d9. ഇതാണ് അറ്റോമിക് നമ്പർ 29 ആകുമ്പോൾ വരിക. പക്ഷേ ഒരിക്കലും 3d9 4s2 എഴുതി നിർത്താൻ പാടില്ല. അതിന് നമ്മൾ എന്താക്കി മാറ്റണം? 3d10 4s1 ആക്കണം. കാരണം ഡി ബ്ലോക്ക് മൂലങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു ഹാഫ് ഫീൽഡോ ഫുള്ളി ഫീൽഡോ ആവുന്ന സമയത്ത് അല്ലേ, പകുതി നിറഞ്ഞ അവസ്ഥയിലോ പൂർണ്ണമായി നിറഞ്ഞ അവസ്ഥയിലോ അതിന് സ്ഥിരത കൂടുതലാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ചേഞ്ചുകളാണ്. D4s2 എന്തായി മാറുടാ? D5s1 എന്നായിട്ടും D9s2 എന്തായി മാറും? D10s1 ആയിട്ടും മാറും. ഇത് നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ നമ്മൾ ആവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ തെറ്റാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെടാ? തെറ്റാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എന്ത് ചെയ്യാൻ പോവാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ അതിൻ്റെ എല്ലാ ഭാഗവും പറയുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനവും കിട്ടാൻ കേട്ടോ. അല്ല, കാരണം എല്ലാ പോയിന്റ്സിനും കൂടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഞാൻ മാക്സിമം ഭാഗങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. സ്റ്റേറ്റ്മെൻറ്റ് 2,
ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഡി സബ്ഷെൽ. ഇതിൽ അവസാന ഇലക്ട്രോൺ വരുന്നത് ഡി സബ്ഷെല്ലാണ്. ശരിയാണ്, കാരണം നമ്മൾ പറഞ്ഞു ലാസ്റ്റ് വന്നത് 3d5 4s1 ആണ്. അപ്പോൾ ഒരിക്കലും 4s അല്ല ലാസ്റ്റ് വരുന്നത്. എവിടെയാണ് ലാസ്റ്റ് വരുന്നത്? 3dയിലാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. അടുത്തത് the L value of the subshell where the last electron enters is 1. നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ ഇതിൽ തന്നെ ടഫസ്റ്റ് ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്ത് ഇത് വർക്കൗട്ട് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പക്കയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളെ നോട്ട് മാത്രം പഠിച്ചതിനെ കൊണ്ടോ നമ്മൾ ക്ലാസ്സിൽ ചെയ്തുന്ന ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി ആദ്യം അതാണ് പഠിക്കേണ്ടത്. അതിനാണ് നിങ്ങളെ ബേസ് ഉണ്ടാവുക. തറ ശരിയായാലേ വീട് മൊത്തം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പണിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അത് ക്ലിയർ ആക്കിയിട്ട് ഇത് കേൾക്കാൻ വരിക. അപ്പോഴേ നിങ്ങൾക്ക് ഇതിൽ എന്താണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. അപ്പോഴേ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ള സാധനം മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ എൽ വാല്യൂ ചോദിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ എന്നും എല്ലും പഠിച്ചിട്ടുണ്ടല്ലോ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമത്തൽ ക്വാണ്ടം നമ്പർ. അത് ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് പറയാം കേട്ടോ. അതാ പറഞ്ഞ് ഞാൻ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോ, എന്താ എൻ വാല്യൂ? എൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് അല്ലേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. അത് എന്തിനെ കാണിക്കുക? ഷെല്ലിൻ്റെ എണ്ണത്തെയാണ് എന്ത് ചെയ്യുക, കാണിക്കുക. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അസിമത്തൽ ക്വാണ്ടം നമ്പർ ആണ്. അത് എന്തിനെ കാണിക്കുക? അത് നമ്മുടെ സബ് ഷെല്ലിനെയാണ് എന്ത് ചെയ്യുക, കാണിക്കുക. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ഇതിനൊക്കെ വേറെ വേറെ പേരുകളുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, ഞാൻ ഇത് ഒന്ന് റിവൈസ് ചെയ്യാണ് കേട്ടോ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അത് എന്തിനെ കാണിക്കുക? നമ്മൾ ഓർബിറ്റലുകളുടെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ സബ് ഷെല്ലുകളുടെ അറേഞ്ച്മെൻറ്റ്, സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ക്രമീകരണത്തെയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ദെൻ എൻ ഉണ്ട്. എൻ എന്താ? സ്പിൻ ക്വാണ്ടം നമ്പർ അല്ലേ. സ്പിൻ ക്വാണ്ടം നമ്പറിന് ആകെ 2 വാല്യൂ ഉള്ളൂ, ഒന്നെങ്കിൽ +2 +½ അല്ലെങ്കിലോ -½ ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാം. ഇനി ഇതിൽ തെറ്റാൻ ചാൻസ് ഉള്ള കാര്യമാണ് എന്നും എല്ലും. ഇപ്പോൾ നമുക്കൊരു സബ്ഷെല് തന്നു, അപ്പോൾ അതിൻ്റെ എന്നും എല്ലും വാല്യൂ നമ്മൾ എങ്ങനെ എഴുതും നോക്കി ഒരു 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ 3D ആണ് നമുക്ക് തന്നെ എന്ത്, സബ്ഷെല്ല്. എന്താണ് എൻ? എൻ എന്ന് പറഞ്ഞാൽ ഷെല്ലിനെ കാണിക്കുന്നു, എൽ എന്ന് പറഞ്ഞാൽ എന്തിനെ കാണിക്കുന്നു, സബ് ഷെല്ലിനെ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 3D തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ ഷെൽ നമ്പർ എത്ര? 3 ആണ്. ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന നമ്പറാണ് എന്ത്, ഷെൽ നമ്പർ. സോ 3 അതാണ് അതിൻ്റെ എന്ത്, എൻ വാല്യൂ. ആൻഡ് എല്ല്, അപ്പോൾ എല്ല് ആദ്യം കാണാതെ അങ്ങോട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എല്ല് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. ഇതിനേക്കാളും ആവാം, നമുക്ക് പഠിക്കാൻ ഇതുവരെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 0 ആകുമ്പോൾ അത് ആരായിരിക്കും? എസ് സബ്ഷെല്ലായിരിക്കും. എല്ല് 1 ആകുമ്പോൾ അത് പി സബ്ഷെല്ലായിരിക്കും. എല്ല് 2 ആകുമ്പോൾ അത് ഡി സബ്ഷെല്ലായിരിക്കും. എല്ല് 3 ആകുമ്പോൾ അത് ഏതായിരിക്കും? എഫ് സബ്ഷെല്ലായിരിക്കും. അപ്പോൾ 3D അല്ലേ. അപ്പോൾ ഡി ആകുമ്പോൾ എൽ വാല്യൂ എത്രയാടാ? ഡി ആകുമ്പോൾ എൽ വാല്യൂ 2 ആണ്. സോ ഇതിൻ്റെ എൽ വാല്യൂ 2 ആണ് നമുക്ക് കിട്ടി. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തരും. ശ്രദ്ധിച്ചോ, നമുക്ക് തരികയാണ്. എന്താ തരിക? ഇപ്പോൾ 4f3 ഇവിടെ ഒരു 3 മേലെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടെ തരും. എന്തിനാണ് അത് തരുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. കാണുന്നില്ലേ സ്ക്രീൻ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടം നമ്പേഴ്സ് ഒന്ന് ആദ്യം നോക്കി വെക്കാം. അതിന് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് കൊണ്ട് പിന്നെ വരുന്നോടത്ത് ഞാൻ പറയണ്ടല്ലോ, അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് പറഞ്ഞു പോകാം. നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. എൻ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട് അല്ലേ. ഈ എന്നിനെ നമ്മൾ എസ് ഉണ്ട്. ഓക്കെ, സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ. അത് എന്തിനാണ് കാണിക്കുക എന്നാണ് പഠിക്കേണ്ടത്. എന്തിനാണ്? ഷെല്ലിനെയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് അല്ലെ, ഓർബിറ്റിനെയാണ് കാണിക്കുക. എല്ല് എന്തിനെ കാണിക്കുക? എല്ല് അസിമത്തൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കും. നമ്മൾ അതിന് എന്തിനെ കാണിക്കുക? പറയാം, നമ്മുടെ സബ് ഷെല്ലുകളെയാണ് എന്ത് ചെയ്യുക, കാണിക്കുക. എമ്മോ ഓർബിറ്റലുകളെയാണ് എന്ത് ചെയ്യുക, കാണിക്കുക. എം എന്താ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെ. ഓർബിറ്റലുകൾ അല്ലെങ്കിൽ സബ് ഷെല്ലുകളുടെ ക്രമീകരണത്തെയാണെന്ന് കാണിക്കുക. എസ്ഒ സ്പിൻ ക്വാണ്ടം നമ്പർ, അത് ഇലക്ട്രോണിൻ്റെ സ്പിൻ, ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ചലനത്തെയാണ് കാണിക്കുക. അതിന് 2 വാല്യൂ ഉള്ളൂ, +½ അല്ലെങ്കിലോ -½ അല്ലേ. ഒന്ന് ക്ലോക്ക് വൈസ്, ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്. അതായത് ഒന്ന് ക്ലോക്കിൻ്റെ ദിശ, ഒന്ന് ക്ലോക്കിൻ്റെ എതിർദിശ. ഇനി നമുക്ക് ഇത് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നും എല്ലും. ബാക്കിയുള്ളത് നിങ്ങളോട് അങ്ങനെ എന്ത് ചെയ്യൂല, ചോദിക്കൂല. എന്നും എല്ലും വെച്ചിട്ടുള്ള 2-3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് തരും? ഒരു സബ്ഷെൽ അവരെന്ത് ചെയ്യും, തരും. എന്നിട്ട് അതിൻ്റെ എൻ വാല്യൂ എൽ വാല്യൂ നമ്മളോട് എന്ത് ചെയ്യാൻ പറയും, കാണാൻ പറയും. അപ്പോൾ 2-3 എക്സാമ്പിൾ നോക്കിയാൽ തീരുന്ന എന്തേ ഉള്ളൂ, പ്രശ്നമുള്ളൂ. ശ്രദ്ധിച്ചോ. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പോൾ എൻ വാല്യൂം എൽ വാല്യൂ നമുക്ക് തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്ഷെല്ല് തരും, എന്നും എല്ലും കാണണം. അപ്പോൾ എക്സാമ്പിൾ 3D ആണ് വിചാരിച്ചോ. അപ്പോൾ എവിടെ നമ്മൾ എൻ വാല്യൂ ഉണ്ടാവുക? ഒരു സബ്ഷെല്ലിൻ്റെ കൂടെ കാണുന്ന അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷെൽ നമ്പറാണ് അവിടുത്തെ എന്ത്, എൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഷെൽ നമ്പർ ആണടാ എന്ത്, എൽ വാല്യൂ. അപ്പോൾ ഇവിടുത്തെ എൽ വാല്യൂ എത്ര? എൻ വാല്യൂ എത്ര? 3 അല്ലേ. എൻ വാല്യൂ 3 ആണ്. ഇനി
സബ്ഷെല്ലിനെ കാണിക്കുന്നതാണ് എൽ വാല്യൂ. അപ്പോൾ നമ്മൾ എൽ വാല്യൂ എത്രയാണെന്ന് അറിയണം. അപ്പോൾ എൽ വാല്യൂ അങ്ങോട്ട് ആദ്യം എന്ത് ചെയ്യുക പഠിക്കുക. എല്ലിന് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. എല്ല് 0 എന്ന് പറഞ്ഞത് എസ് സബ്ഷെല്ലാണ്, എല്ല് 1 എന്ന് പറഞ്ഞാൽ പി സബ്ഷെല്ലാണ്, എല്ല് 2 എന്ന് പറഞ്ഞാൽ ഡി സബ്ഷെല്ലാണ്, എല്ല് 3 എന്ന് പറഞ്ഞാൽ എഫ് സബ്ഷെല്ലാണ്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. ഒരു ബുദ്ധിമുട്ടില്ല, കുറച്ച് സാധനങ്ങൾ നമുക്ക് കാണാതെ പഠിക്കാനുള്ളൂ. ഇത് കാണാതെ അങ്ങോട്ട് പഠിച്ച് വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ അവിടെ നോക്ക്, എല്ല് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സബ്ഷെല്ല് ആരാ? നമ്മുടെ സബ്ഷെല്ല് ഡി ആണ് അല്ലേ. അപ്പോൾ സബ്ഷെല്ല് ഡി ആകുമ്പോൾ അതിൻ്റെ എൽ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇതിൻ്റെ എൽ വാല്യൂ നമുക്ക് കിട്ടിയ എത്ര? 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചെണ്ണം 2-3 കൂടെ എന്ത് ചെയ്യാം, എഴുതി നോക്കാം. ശ്രദ്ധിച്ചോ. അടുത്ത നമുക്ക് തന്നത് ഇപ്പോൾ 4p2 ഇങ്ങനെ തരും. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരു 2, ഇതിൻ്റെ അതെന്താ മേലെ എഴുതുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണല്ലേ, അതിന് ഇവിടെ ഒരു റോളും ഇല്ല, പക്ഷെ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, നമ്മൾ ഈ താഴെയുള്ള നമ്പേഴ്സും ലെറ്ററും മാത്രം നോക്കിയത് 4. അപ്പോൾ ഇതിൻ്റെ എൻ വാല്യൂ 4 ആണ്, അതായത് 4ാമത്തെ ഷെല്ലിലാണ്. ദെൻ ഇവിടുത്തെ സബ്ഷെല്ല് ഏതാ? പി. 4ാമത്തെ ഷെല്ലിത്തെ പി ആണെന്ന് അതിനർത്ഥം അല്ലേ. അപ്പോൾ അതിൻ്റെ എൽ വാല്യൂ എത്ര? പീൻ്റെ എൽ വാല്യൂ എത്രയാണ്? 1 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് തരും എന്നും എല്ലും തന്നിട്ട് നമ്മളോട് എന്ത് കാണാൻ പറയും? സബ്ഷെല്ല് കാണാൻ പറയും. സോ അപ്പോൾ നമുക്ക് തരികയാണ് എൻ വാല്യൂ എത്രയാണ്? ഒരു 3 ആണ്. എൽ വാല്യൂ ഒരു 2 ആണ്. അപ്പോൾ പറ N3 എന്ന് പറയുമ്പോൾ 3ാമത്തെ ഷെല്ല്, L2 എന്ന് പറയുമ്പോൾ ഏതാ? സബ്ഷെല്ല് ഡി. അപ്പോൾ 3ാമത്തെ ഷെല്ലിത്തെ ഡി. അപ്പോൾ 3ാമത്തെ ഷെല്ലിത്തെ ഡി എന്ന് പറയുമ്പോൾ ഏതാണ്? 3D. ക്ലിയർ? ഇനി നമ്മളോട് പറയാണ് N ഒരു 2 ആണ്, L ഒരു 1 ആണ്. അപ്പോൾ L1 എന്ന് പറയുമ്പോൾ ഏതാ? L1 എന്ന് പറയുമ്പോൾ അത് പി സബ്ഷെല്ലാണ് അല്ലേ. ഇനി N2 എന്ന് പറയുമ്പോൾ അത് 2ാമത്തെ ഷെല്ല്. അപ്പോൾ 2ാമത്തെ ഷെല്ലിത്തെ പി. അപ്പോൾ ഏതാ? 2p. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്ര പണി അതിലുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നോക്കിക്കോ. ഇവിടുത്തെ ഈ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ഡി സബ്ഷെല്ലാണെന്ന് പറഞ്ഞല്ലോ. ആ ഡി സബ്ഷെല്ലിൻ്റെ എൽ വാല്യൂ 1 ആണെന്നാണ് പറഞ്ഞത്. ഡീൻ്റെ എൽ വാല്യൂ എന്തല്ല? 1 അല്ല. ഡീൻ്റെ എൽ വാല്യൂ എത്രയാണെടാ? 2 ആണ്. അപ്പോൾ ആ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, നോക്കടാ എത്ര സമയം എടുക്കും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ അവിടെ ഇരുന്ന് ആദ്യമായിട്ട് കാണുമായിരിക്കും. അപ്പോഴാണ് നമുക്ക് എക്സാം ടഫായി എന്ന് പറയാം. ഇതൊന്നും നമ്മൾ പഠിക്കാത്തതിലെല്ലാം നമ്മൾ ഇതിനേക്കാൾ ടഫ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്ന് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യാണ്ട് പോകുമ്പോഴാണ് എക്സാം ടഫ് ആവുന്നത്. കാരണം നമ്മൾ പഠിപ്പിച്ചതും ടെക്സ്റ്റിലുള്ളതും അല്ലാണ്ട് ഒരു സാധനം നിങ്ങളടുത്ത് എന്ത് ചെയ്യൂല, ചോദിക്കൂല. ദെൻ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ. ദ സബ്ഷെൽ കണ്ടെയ്നിങ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് 5 ഓർബിറ്റൽസ്. ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന സബ്ഷെൽ ഉണ്ടല്ലോ, അതിനകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ട്? അപ്പോൾ ഓർബിറ്റലുകളുടെ എണ്ണം എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ എം വാല്യൂവിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് അവിടെ ഒന്നുകൂടെ നമുക്ക് ആ ടേബിൾ ഒന്ന് എന്ത് ചെയ്യുക നോക്കാം. ശ്രദ്ധിച്ചോ, ഇതും കൂടെ പഠിച്ചാൽ ആ സാധനം എന്താവും? സെറ്റാവും. ക്ലിയർ? നിങ്ങളവിടെ കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിക്കേണ്ട. ഇക്വേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സബ്ഷെല്ലുകളും അതിനകത്തുള്ള ഓർബിറ്റലുകളുടെ എണ്ണവും എന്ത് ചെയ്യണം? നമുക്ക് കിട്ടണം. അപ്പോൾ നോക്കിക്കോ, സബ്ഷെല്ല് എസ് ആണ്. ഈ എസിൻ്റെ എൽ വാല്യൂ എത്ര? 0. ക്ലിയർ? ഇനി അതിനകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ട്? അതിനകത്ത് ഒരു ഓർബിറ്റലാണുള്ളത്. ഓക്കെ, എസിന് ഒറ്റ ഓർബിറ്റലേ ഉള്ളൂ കേട്ടോ. അടുത്തത് പി ആണ്. പീൻ്റെ എൽ വാല്യൂ എത്രയാ? 1 ആണ്. അതിന് 3 ഓർബിറ്റൽസ് ഉണ്ട്. ദെൻ ഡി. ഡീൻ്റെ എൽ വാല്യൂ എത്രയാടാ? 2 ആണ്. അതിന് 5 ഓർബിറ്റൽസ് ഉണ്ട്. ആൻഡ് എഫിൻ്റെ എൽ വാല്യൂ എത്രയാണ്? 3 ആണ്. അതിന് 7 ഓർബിറ്റൽസ് ഉണ്ട്. ഈ സാധനം ജസ്റ്റ് അങ്ങോട്ട് കാണാതെ പഠിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതിന് നമ്മൾ കുറേ ഇക്വേഷൻ വെച്ച് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇക്വേഷൻസ് ഞാൻ പറയാത്തത് ഇനി അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ട, ബുദ്ധിമുട്ടാക്കേണ്ട. n² 2n+1 എന്നൊക്കെ പറഞ്ഞ് 2l+1 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തത് ആക്ച്വലി 2l+1 ആണ് കേട്ടോ. ഇപ്പം ഇനി എന്തുകൊണ്ട് അത് പറയില്ല, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി പറയാനും ശ്രദ്ധിച്ചോ. അപ്പം നമുക്ക് ഒരു സബ്ഷെല്ലിനകത്തുള്ള ഓർബിറ്റലുകളുടെ എണ്ണം കാണണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷനാണ് 2l+1. ക്ലിയർ? എന്താണ് ഇവിടെ എല്ല്? എന്ന് പറയുന്നത് ആ സബ്ഷെല്ലിൻ്റെ അസിമത്തൽ ക്വാണ്ടം നമ്പർ. അതിന് 2 കൊണ്ട് ഗുണിക്കുക, അതിൽ കൂടെ എത്ര കൂട്ടുക? 1 കൂട്ടുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട് നമ്മളിങ്ങനെ കാണുക. അപ്പോൾ 2 ഇൻറ്റു പീൻ്റെ എൽ വാല്യൂ എത്ര? 1 + 1. അപ്പോൾ 2 × 1 2 + 1 എന്താ വരിക? 3. അപ്പോൾ ഇതിനകത്ത് 3 ഓർബിറ്റൽസ് ഉണ്ട്. അതേപോലെയാണ് നമ്മളിത് കാണാൻ. ജസ്റ്റ് ഈ ഒരു സാധനം അങ്ങോട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്നിട്ട് ഇത് കാണാതെ അങ്ങോട്ട് എന്ത് ചെയ്തോ, പഠിച്ചോ. നാളെ ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. ക്ലിയർ? അപ്പോൾ പറഞ്ഞത് എന്താ? ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന സബ്ഷെൽ ഉണ്ടല്ലോ, ആ സബ്ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽ ഉണ്ട്? 5 ഓർബിറ്റൽ ഉണ്ട്. ശരിയാണ്. ഡിയിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഓർബിറ്റൽ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഓപ്ഷൻസ് കണ്ടോ, ഇതൊന്നും പോരാ. ഓപ്ഷൻസിൽ പിന്നെയും ട്വിസ്റ്റ് ആണ്. അപ്പോൾ നോക്കിക്കോ, എ ഓപ്ഷൻ എന്താ? സ്റ്റേറ്റ്മെൻറ്റ് 1 2 3 കറക്റ്റാണ്, 4 തെറ്റാണ്. 1 2 3 ശരിയാണ്, 4 തെറ്റാണ്. അല്ല, 2 4 മാത്രമാണ് ശരി, 1 3 എന്താണ്? തെറ്റാണ്. അപ്പോൾ ആ ഓപ്ഷൻ നമ്മൾ ഇത് എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അപ്പോൾ നോക്കിക്കോ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് നോട്ട് കറക്റ്റ്, 2
അപ്പോൾ നോക്കിക്കോ ലാസ്റ്റ് ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ നോട്ട് കറക്റ്റ് ബട്ട് 2 and 4 ആർ കറക്റ്റ്. എല്ലാത്തിൻ്റെയും ആദ്യം കറക്റ്റാണ് തന്നിക്കണേ അല്ലേ, ഇവിടെ മാത്രം ആദ്യം എന്ത് തന്നു, നോൺ കറക്റ്റ്. ഇത് എങ്ങനെയൊക്കെ നമ്മളെ തെറ്റിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ തെറ്റിക്കാൻ വേണ്ടി നോക്കും. കാരണം എക്സാം പാറ്റേൺ ടഫ് ആവും എന്നുള്ളത് ഓൾറെഡി അവർ എന്ത് ചെയ്താണ് പറഞ്ഞതാണ്. സോ നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ, എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് എടുക്കാനുള്ള അപ്കമിങ് ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മുടെ മെറ്റലർജി, ലോഹ നിർമ്മാണത്തിലെ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റേ പഠിക്കുന്ന ഒരു ടേബിളാണ് അല്ലേ. ഓറിൻ്റെയും ഇമ്പ്യൂരിറ്റി ഗ്യാങ്ങിൻ്റെയും നേച്ചർ നോക്കിയിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ മെത്തേഡ് എന്ത് ചെയ്യുക തീരുമാനിക്കുക. അയിരിൻ്റെയും അപദ്രവത്തിൻ്റെയും സ്വഭാവം നോക്കിയിട്ടാണ് സാന്ദ്രണ രീതി തിരഞ്ഞെടുക്കുക. സോ അതിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റി, അതായത് അയിരിന് അപദ്രവത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ അയിര് ഡെൻസിറ്റി കൂടിയത്, സാന്ദ്രത കൂടിയതും അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും. ഏത് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുക, ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. ക്ലിയർ, അറിയാം, നമുക്കത് ജസ്റ്റ് മാച്ച് ചെയ്താൽ മാത്രം മതി. ഇനി അതിന് എക്സാമ്പിൾ കൂടെ പഠിക്കണം. ആരാ എക്സാമ്പിൾ, ഓക്സൈഡ് ഓറുകളാണ് ഇതിന് എക്സാമ്പിൾ. അത് ഓർമ്മ ഉണ്ടാവണം കേട്ടോ, അതും കൂടെ ഇതിൻ്റെ കൂടെ പറയണം. ആരാണ് ജലപ്രവാഹത്തിൽ കഴുകുക, ഹൈഡ്രോളിക് വാഷിംഗിന് എക്സാമ്പിൾ ആണ് ഓക്സൈഡ് ഓർ. അപ്പോൾ അതിനർത്ഥം എന്താ, ഓക്സൈഡ് ഓറുകൾക്ക് ഓറുകളുടെ ഡെൻസിറ്റി അയിരിൻ്റെ സാന്ദ്രത കൂടുതലും ഇമ്പ്യൂരിറ്റീസിൻ്റെ ഡെൻസിറ്റി സാന്ദ്രത കുറവായിരിക്കും. ക്ലിയർ. അടുത്തത് ഓർ പാർട്ടിക്കിൾ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഏതാ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ സാധനം കൂടെ പറഞ്ഞു തന്നിട്ടില്ല. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഏതാ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ അല്ലേ. അപ്പൊ രണ്ടാമത്തെ ഏതാണ്, പ്ലവന പ്രക്രിയയാണ് അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ക്ലിയർ അല്ലേ. അതിന് എക്സാമ്പിൾ ആരാ, സൾഫൈഡ് ഓറുകളാണ്. ആരാടാ, സൾഫൈഡ് ഓറുകളാണ്. എന്നിട്ട് നമ്മൾ സിങ്ക് ബ്ലെൻഡ്, കോപ്പർ പൈറേറ്റ്സ് ഇതൊക്കെ സൾഫൈഡ് ഓറുകളാണ്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് ഏതാ ചോദിച്ചാൽ നമ്മൾ പറയണം, പഠിച്ചിട്ടുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ്സിന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ബ്രെയിനിൽ അല്ലാത്ത ആളുകൾ അത് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇങ്ങനെ പഠിച്ചാലേ അത് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ, ചുമ്മാ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സൾഫൈഡ് ഓറുകൾക്കാണ് നമ്മൾ പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നടത്തുക. അവിടെ ഒരു പ്രധാന പോയിന്റ് ഓർമ്മ ഉണ്ടാവണം, എന്ത്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പദം ഉണ്ടാക്കണം, ഫ്രോത്ത് ഉണ്ടാക്കണം. അങ്ങനെ ഫ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഫ്രോത്തിങ് ഏജന്റ്, പദം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന വസ്തു ഏതാന്ന് ചോദിക്കും. അത് ഏതാണ്, നമ്മുടെ പൈൻ ഓയിലാണ്. ക്ലിയർ. അതും കൂടി ജസ്റ്റ് എന്തുണ്ടാവണം, ഓർമ്മ ഉണ്ടാവണം. നെക്സ്റ്റ് അടുത്ത സാധനം നോക്കിക്കോ, മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓർ. ഓറിന് എന്ത് നേച്ചർ ഉണ്ട്, മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. പക്ഷേ ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് നേച്ചർ ഇല്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഒരാൾക്ക് കാന്തിക സ്വഭാവം ഉണ്ട്, ഒരാൾക്ക് കാന്തിക സ്വഭാവം ഇല്ല. അത് ആരായാലും നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക, മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനമാണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക അല്ലേ. എന്നിട്ട് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അയിരിന് കാന്ത സ്വഭാവം ഉള്ളതും പഠിച്ചിട്ടുണ്ട്, അയിരിന് കാന്ത സ്വഭാവം ഇല്ലാത്തതും പഠിച്ചിട്ടുണ്ട്. അയിരിന് കാന്ത സ്വഭാവം ഇല്ലാത്തത് ഏതാ, നമ്മുടെ ടിൻസ്റ്റോൺ അല്ലേ, SnO2. നമ്മുടെ SnO2 എന്ന് പറയുന്നതിൽ അത് ടിന്നിൻ്റെ അയിരാണ്. അതിനെന്തില്ല, കാന്ത സ്വഭാവം, മാഗ്നറ്റിക് നേച്ചർ ഇല്ല. പക്ഷെ അതിൻ്റെ കൂടെ കാണുന്ന ഇമ്പ്യൂരിറ്റി, അപദ്രവ്യം ആരാണ്, ഗ്യാങ് ആരാണ്, നമ്മുടെ അയൺ ടങ്സ്റ്റേറ്റ് ആണ്. ആ അയൺ ടങ്സ്റ്റേറ്റിന് എന്ത് നേച്ചർ ഉണ്ട്, കാന്ത സ്വഭാവം, മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, അയിരിന് അഥവാ ഓറിന് മാഗ്നറ്റിക് നേച്ചർ ഇല്ലാത്തതിന് എക്സാമ്പിളാണ് ടിൻസ്റ്റോൺ. ഓക്കെ, അടുത്ത നമ്മളോട് പറയുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. അയണിൻ്റെ ഒരു ഓറാണ് മാഗ്നറ്റൈറ്റ്. അയണിന് കാന്ത സ്വഭാവം ഉണ്ട്, നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, അറിയാം. സോ അത് കാന്ത സ്വഭാവം ഉള്ള അയിരിന് എക്സാമ്പിളാണ്. അവിടെ ചിത്രങ്ങൾ ഓർമ്മ ഉണ്ടാവും, രണ്ട് വീല് നമ്മൾ മില്ലിലൊക്കെ കാണുന്ന പോലെ എന്ത് ചെയ്യും, ഒരു ബെൽറ്റ് ഇങ്ങനെ കടന്ന് കറങ്ങും. ആ വീലുകൾക്ക് എന്തുണ്ടാവും, നമ്മുടെ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവും, അഥവാ കാന്തായിരിക്കും ആ വീല്. അപ്പോൾ നമ്മൾ ഒരു തലക്കെന്ന് നമ്മുടെ അയിരും അതേപോലെ തന്നെ ഇമ്പ്യൂരിറ്റി ഗ്യാങ്ങും പൊടിച്ചിട്ട് എന്ത് ചെയ്യും, ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ആ ബെൽറ്റ് കൂടെ വന്നിട്ട് ഇവിടെ രണ്ട് പാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തെറിച്ച് വീഴുക ആരാണ്, ആർക്കാണോ കാന്ത സ്വഭാവം ഇല്ലാത്ത അയാളാണ് ആദ്യം തെറിച്ച് വീഴുക. കാരണം ഈ റോളർ മാഗ്നറ്റ് കാന്ത ആയതുകൊണ്ട് അത് കാന്ത സ്വഭാവം ഉള്ള ആൾ അവിടെ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ രണ്ടാമത്തെ അടുത്തുള്ള പാത്രത്തിൽ ആരെ കിട്ടും, കാന്ത സ്വഭാവം ഉള്ള ആളെ കിട്ടും, മാഗ്നറ്റിക് നേച്ചർ ഉള്ള ആളെ കിട്ടും, അപ്പുറത്തിൽ ഇല്ലാത്ത ആളെ കിട്ടും. സോ ഞാൻ മാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻസ് കറക്റ്റ് ഒന്ന് എന്ത് ചെയ്യുക നോക്കുക. ദെൻ അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാനുള്ളതാണ്. ദെൻ നമ്മുടെ ഒന്നാമത്തെ രണ്ടാമത്തെ പാഠങ്ങൾ വിട്ടു പോകരുത്. അതിന് മേ ബി 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അത് നിങ്ങൾ പഠിച്ച് കുറേ ടൈം കളയേണ്ട. ഇതിൽ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കിയാൽ തന്നെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, പ്രൊപ്പൈൻ മോളിക്യൂൾ ഈസ് അലൗഡ് ടു റിയാക്ട് വിത്ത് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്. പ്രൊപ്പൈന്, ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം പ്രൊപ്പൈൻ എന്താണെന്ന് അറിയണം. എന്താ പ്രൊപ്പൈൻ, 3 കാർബൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 3 കാർബൺ വരക്കും. ദെൻ അയിനാണ്, എന്താ അയിൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ 3 കാർബൺ, ഈ 3 കാർബണിൽ ഒരിടത്ത് എന്തുണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഒന്നും പറയാത്തതുകൊണ്ട് ഒന്നാമത്തെ കാർബണിൽ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ട്. ദെൻ ഇവിടെ എത്ര ഹൈഡ്രജൻ വേണം, 3 ഹൈഡ്രജൻ വേണം.
ഇവിടെ ഇനി ഈ രണ്ടാമത്തെ കാർബണിൽ ഇനി ഹൈഡ്രജൻ വേണ്ട, കാരണം കാർബണിൻ്റെ വാലൻസി 4ആണ്, ആ 4ഉം അവിടെ എന്താണ് ഫില്ലാണ്. ഇനി മൂന്നാമത്തെ കാർബണിൽ ഒരു എച്ചും, ഓക്കെ, ലാസ്റ്റ് കാർബണിൽ ഒരു എച്ചും, ഐ മീൻ അവിടുന്ന് ഫസ്റ്റ് കാർബൺ ആണത്, ഇവിടെ നിന്ന് എണ്ണുമ്പോൾ ലാസ്റ്റ് കാർബൺ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇതാണ് നമ്മുടെ പ്രൊപ്പൈൻ. അപ്പോൾ ഈ പ്രൊപ്പൈനിലോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്? 2 ഹൈഡ്രജൻ മോളിക്യൂൾസ്, ശ്രദ്ധിച്ചോ, 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ആഡ് ചെയ്തു? ഒരു H2 ആഡ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതിലോട്ട് വീണ്ടും അടുത്ത് എന്ത് ആഡ് ചെയ്യാണ്? H2 ആഡ് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യത്തെ H2 ആഡ് ചെയ്യുമ്പോൾ എന്താണ് നോക്കുക? നമുക്കറിയാം അഡീഷൻ റിയാക്ഷൻ അല്ലെ, അഡീഷൻ രാസപ്രവർത്തനമാണ്. സോ ഒരു H ഇങ്ങോട്ടും വരും, ഒരു H ഇങ്ങോട്ടും വരും. എവിടെയാണോ ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഉള്ളത് അതിൻ്റെ ചുറ്റുപാട്ടിലോട്ടായിരിക്കും വരിക. ട്രിപ്പിൾ ബോണ്ടുള്ള സൈഡിലോട്ടായിരിക്കും ഹൈഡ്രജൻ വരിക. അപ്പോൾ ഇവിടേക്ക് ഒരു ഹൈഡ്രജൻ വരും, ഇങ്ങോട്ടേക്ക് ഒരു ഹൈഡ്രജൻ വരും. അപ്പോൾ എന്ത് വരും? CH3 CH CH2. ക്ലിയർ അല്ലേ? അപ്പോൾ പക്ഷേ ട്രിപ്പിൾ ബോണ്ട് പൊട്ടി അവിടെ എന്ത് ബോണ്ടായിടാ? ഡബിൾ ബോണ്ടായി. ഇനി ഇതിലോട്ടാണ് അടുത്തത് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ എന്താ വരിക? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിലോട്ട് H2 ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പറ. വീണ്ടും എന്ത് ചെയ്യും? ഒരു എച്ചും കൂടെ ഇങ്ങോട്ട് വരും, ഒരു എച്ച് ഇങ്ങോട്ട് വരും. അപ്പോൾ ലാസ്റ്റ് എന്തായി മാറും? CH3 CH2 CH3. ഓക്കെ, അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എടുത്ത സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? പ്രൊപ്പൈൻ ആയിരുന്നു. ആ ട്രിപ്പിൾ ബോണ്ട് പൊട്ടി അതെന്തായി മാറി? പ്രൊപ്പീൻ ആയിട്ട് എന്ത് ചെയ്തു? മാറി. പിന്നെ നമ്മൾ ആ പ്രൊപ്പീനെ വീണ്ടും ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് എന്താക്കി മാറ്റി? പ്രൊപ്പൈൻ ആക്കിയിട്ട് മാറ്റി. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദീസ് റിയാക്ഷൻ. അപ്പോൾ ആ ഇക്വേഷൻ ആണ് ഇപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പിലാക്കിയിട്ട് എന്ത് ചെയ്ത് എഴുതിയത്. ഓക്കെ, ദെൻ റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ്. കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ IUPAC നെയിം, 2 പ്രൊഡക്ട്സിൻ്റെ IUPAC നെയിം നമ്മൾ എന്ത് ചെയ്തു? എഴുതി. സോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. അടുത്തത്, ഈഥൈൻ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. വീണ്ടും ഒരു റിയാക്ഷനാണ്, ഈഥൈൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. ഈഥൈൻ ആരെ? ഈഥൈൻ 2 കാർബൺ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് CH3 CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. ഇതാണ് ഈഥൈൻ. ഇത് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ക്ലോറിൻ. എന്തിൻ്റെ പ്രസൻസിലാണ്? സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ്. ക്ലിയർ? അങ്ങനെ സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതും എന്ത് പ്രവർത്തനം നമ്മൾ പഠിച്ചിട്ടുണ്ട്? അഡീഷൻ പ്രവർത്തനമാണ്. ഓക്കെ, സോറി, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്, ആദേശ രാസപ്രവർത്തനമാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഏതെങ്കിലും കാർബണിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് ആ സ്ഥാനത്തോട്ട് ഒരു ക്ലോറിൻ എന്ത് ചെയ്യും? വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഈ കാർബണിലെ ഹൈഡ്രജനാണ് കളയുന്നത്, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി ഇവിടേക്ക് ഒരു ക്ലോറിൻ വന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? ആദ്യത്തെ കാർബണിൽ ചേഞ്ച് ഒന്നുമില്ല, അവിടെ എന്ത് തന്നെ ഉണ്ടാവുക? CH3. രണ്ടാമത്തെ CH3 ഉള്ളത് എന്തായിട്ടുണ്ടാവും? CH2 പ്ലസ് അവിടെ എന്ത് വന്നു? Cl വന്നു. ക്ലിയർ? പ്ലസ് എന്തുണ്ടാവും? ഇവിടെ ഒരു Cl ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു Cl ഇവിടുന്ന് പോയ H ചേർന്നിട്ട് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാവും? HCl ബൈ പ്രൊഡക്റ്റ്, ഉപോൽപ്പന്നം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ പ്രവർത്തനം, ഈ പേരെന്താണെന്നത്? ഏതാ? ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലേ? അടുത്തത് റൈറ്റ് ദ, ഇനി ഇംഗ്ലീഷ് ഓക്കെ. അടുത്തത് മലയാളം മീഡിയംകാരെ ആദേശം കേൾക്കുമ്പോൾ മറ്റേ ആദേശം വിചാരിക്കരുത്, അത് വേറെ ആദേശം, ഇത് വേറെ ആദേശം. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ. കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ IUPAC നെയിമാണ്. അപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റ് അവിടെ ഒന്നുകൂടെ എഴുതാറാണ്? CH3 CH2 Cl. ഇതിൻ്റെ IUPAC നെയിം എന്താടാ? പറ. ഇതാരാ? ഈഥൈൻ. ഈഥൈനിൽ എന്തുണ്ട്? ക്ലോറിൻ ഉണ്ട് അല്ലേ? നമ്മൾ നമ്പർ കൊടുക്കണം. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 2, റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ 1. അപ്പോൾ എത്രയോ പൊസിഷൻ വരിക? 1 പൊസിഷൻ വരിക. അപ്പോൾ 1 ക്ലോറോ ഈഥൈൻ. എന്താണ് ഇതിൻ്റെ IUPAC നെയിം? എന്താടാ? 1 ക്ലോറോ ഈഥൈൻ. 1 ക്ലോറോ ഈഥൈൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അടുത്തത്, എ സിങ്ക് റോഡ് ഈസ് കെപ്റ്റ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കാണുമ്പോൾ തന്നെ അറിയണം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ആദേശ രാസപ്രവർത്തനം. ഓക്കെ, അപ്പോൾ ആദ്യം ആദേശ രാസപ്രവർത്തനം എപ്പോഴാണ് നടക്കുക എന്നുള്ളത് ഞാനൊരു സാധനം പറയട്ടെ കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലെസ് റിയാക്റ്റീവ് മെറ്റൽ അഥവാ ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ എന്തെടുക്കണം? ലവണ ലായനി എടുക്കണം, സോൾട്ട് സൊല്യൂഷൻ എടുക്കണം. ആ മെറ്റൽ എടുത്തിട്ട്, ആ ലോഹം എടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ എന്തെന്നെ എടുക്കണം? സോൾട്ട് സൊല്യൂഷൻ, ലവണ ലായനിനെ എന്ത് ചെയ്യണം? എടുക്കണം. ക്ലിയർ? എന്നിട്ടോ അത് ലവണ ലായനി എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ മോർ റിയാക്റ്റീവായ ക്രിയാശീലം കൂടിയ ഒരു ലോഹത്തെ എന്ത് ചെയ്യണം? ഇട്ട് വെക്കണം, ഒരു മെറ്റൽ ഇട്ട് വെക്കണം. അപ്പം മോർ റിയാക്റ്റീവായ മെറ്റൽ, ക്രിയാശീലം കൂടിയ ആൾ കുറഞ്ഞ ആളെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് എന്ത് ചെയ്യും? ആദേശം ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോർ റിയാക്റ്റീവായ സിങ്കിനെ ലെസ് റിയാക്റ്റീവായ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ സിങ്ക് വന്നിട്ട് ഇവിടുന്ന് ആരങ്ങോട്ട് ആട്ടി പറഞ്ഞേക്കും? കോപ്പറിനെ ആട്ടി പറഞ്ഞേക്കും. എന്നിട്ട് ഇവർ എന്തായി മാറുക? ഈ കോപ്പറിൻ്റെ സ്ഥാനത്തോട്ട് ആര് കയറിയിരിക്കും? സിങ്ക്. കോപ്പർ അവിടുന്ന് സാക്ഷിയായി എന്ത് ചെയ്യണം? പുറത്ത് പോകണം. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ഉള്ളത് എന്തായി മാറും? സിങ്ക് സൾഫേറ്റ് ആവും. ദെൻ അവിടെ ആര് ബാക്കിയാവും? കോപ്പർ ബാക്കിയാവും. ഇതാണ് ആദേശ രാസപ്രവർത്തനം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ക്രിയാശീലം റിയാക്ടിവിറ്റി കൂടിയ ആൾ മെറ്റൽ ലോഹമായിട്ട് കൊടുക്കണം, മറ്റേ ആളുടെ ലവണ ലായനി അഥവാ സോൾട്ട് സൊല്യൂഷനാണ് എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ഇത്രയും പഠിച്ചിട്ട് വരുന്ന സാധാരണ എക്സാമിന് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു കർഷകൻ ബാബു, രാമോ, ഉണ്ണിയോ, അപ്പു അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാൾ കൃഷിത്തോട്ടത്തിൽ തുരിശ് ഉപയോഗിച്ചിരുന്നു. എന്നിട്ട് ബ്രാക്കറ്റിൽ തുരിശിൻ്റെ
നമ്മുടെ ഫോർമുലയൊക്കെ തരും. എന്താ തുരിശിൻ്റെ ഫോർമുല? കോപ്പർ സൾഫേറ്റ്. ഇതൊരു ടിന്നിലിട്ട് വെച്ചിരുന്നു. ഈ കോപ്പർ സൾഫേറ്റ് ടിന്നിലോട്ട് അയാൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിങ്കിൻ്റെ സ്പൂണാണ് എന്ത് ചെയ്തിരുന്നത്, ഉപയോഗിച്ചിരുന്നത്. ഇത് ഈ ടിന്നിലിട്ട് അയാൾ അതിന് അടച്ചു വെക്കാൻ, അതിന് ആ സ്പൂൺ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എന്ത് ചെയ്യും, നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ? ഒരു കോപ്പും സംഭവിക്കില്ല. കാരണം കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ സാധനത്തിൽ സിങ്ക് ഇട്ട് വെച്ച് വിചാരിച്ചിട്ട് ഒന്നും നടക്കില്ല. കോപ്പർ സൾഫേറ്റ് ലായനി സോൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം. അങ്ങനെ ഇട്ട് വെച്ചാൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം നടക്കത്തുള്ളൂ. നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ. എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നത് ശ്രദ്ധിച്ചോ. ഇതൊക്കെ ഞാൻ എക്സാമിന് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഈ ടെക്സ്റ്റിൽ ഇപ്പോൾ ഈ പഠിപ്പിക്കുന്ന സാധനം ഇതിന് മുമ്പത്തെ ടെക്സ്റ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാര്യം കുറേ ആയല്ലോ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. സോ അന്ന് ഓർമ്മയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ പറയുന്നത്. ഓർത്ത് വെച്ചോ, ഉപകാരപ്പെടും. അപ്പോൾ വാട്ട് ചേഞ്ച്, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ സാധനം നമുക്ക് ഒന്നുകൂടെ പറയാം. നമ്മൾ എന്തെടുത്ത് ഒരു ബീക്കറിൽ CuSO4ൻ്റെ സൊല്യൂഷൻ ലായനി എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ആരെ മുക്കി വെച്ചിട്ടുണ്ട്, സിങ്കിൻ്റെ ഒരു റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, മുക്കി വെച്ചിട്ടുണ്ട്. ആരെ മുക്കി വെച്ചിട്ടുണ്ട്, സിങ്ക് റോഡ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം മോർ റിയാക്റ്റീവായി ക്രിയാശീലം കൂടിയ ആൾക്ക് എന്ത് നടക്കും, ഓക്സിഡേഷൻ, അല്ലെങ്കിൽ എന്ത് നടക്കൂടാ, ഓക്സീകരണം അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. എങ്ങനെ ഓക്സിഡേഷൻ ഇക്വേഷൻ എഴുതാം, സിങ്കിനാണ് ഓക്സീകരണം നടന്നത്. അപ്പോൾ അതിൻ്റെ ചാർജ് ആദ്യം 0 ആയിരിക്കും. അത് എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കും, 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. എന്നിട്ട് അത് എന്തായി മാറും, Zn2+ ആയി മാറും. എല്ലാവരുടെയും ഡൗട്ട് ഈ ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ എഴുതുമ്പോൾ ഇലക്ട്രോൺ എവിടെ എഴുതണം, റിഡക്ഷൻ എഴുതുമ്പോൾ എവിടെ എഴുതണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓക്സീകരണം പറഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കണം, പുറത്ത് വിടുന്ന സാധനങ്ങളൊക്കെ എവിടെ ഉണ്ടാവുക, ഉൽപ്പന്നത്തിൻ്റെ ഭാഗങ്ങൾ, പ്രൊഡക്റ്റ് സൈഡിൽ അഥവാ റൈറ്റ് സൈഡിൽ. അപ്പോൾ അത് ആലോചിക്കുക. ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൊടുക്കുകയാണ്, കിട്ടുന്ന സാധനമൊക്കെ എവിടെ ഉണ്ടാവുക, റൈറ്റ് സൈഡിൽ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇലക്ട്രോൺ ഉള്ളതായിരിക്കും ആര്, ഓക്സീകരണം എന്ന് മനസ്സിലാക്കുക. ക്ലിയർ. ഇനി ഈ ഇലക്ട്രോണിന് ആര് വാങ്ങുടാ? ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ, ഓക്സീകരണത്തിൻ്റെ സമവാക്യം പഠിച്ചു. ഇനി നമ്മൾ നിരോക്സീകരണത്തിൻ്റെ സമവാക്യം പഠിക്കണം. അതിൻ്റെ മുമ്പ് ആർക്കാണ് ഓക്സീകരണം നടക്കുക, ആർക്കാണ് നിരോക്സീകരണം, ആർക്ക് ഓക്സിഡേഷൻ നടക്കും, ആർക്ക് റിഡക്ഷൻ നടക്കും, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എല്ലാവരും തെറ്റിക്കുന്ന കേട്ടോ. ഇപ്പോൾ ഇവിടെ ആർക്ക് ഓക്സിഡേഷൻ നടന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഓക്സീകരണം നടന്നത്, ക്രിയാശീലം കൂടിയ ലോഹത്തിൻ്റെ ആറ്റങ്ങൾക്ക്, അതായത് മോർ റിയാക്റ്റീവ് മെറ്റൽസിൻ്റെ ആറ്റംസിനാണ് എന്ത് നടന്നത്, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം നടന്നത്. ഇനി ഒരിക്കലും നിരോക്സീകരണം നടക്കുക ഇവിടെ ക്രിയാശീലം കുറഞ്ഞ കോപ്പറിനാണെന്ന് വിചാരിക്കരുത്. കോപ്പറിനല്ല നിരോക്സീകരണം നടക്കുന്നത്. പൊട്ട തെറ്റാണ്, അത് എല്ലാവരും എഴുതി തെറ്റിക്കുന്നതാണ്. ശ്രദ്ധിച്ചോ, കോപ്പറിനല്ല നിരോക്സീകരണം നടക്കുക, ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന്റെ അയോണിന്. ഈ ലായനിയിൽ അപ്പോൾ കോപ്പറിന്റെ ഏത് അയോൺ ഉണ്ടാവും, Cu+2 അയോൺ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ കോപ്പർ +2 Cu+2 അയോണുകൾക്കാണ് എന്ത് നടക്കുക, നിരോക്സീകരണം അഥവാ റിഡക്ഷൻ നടക്കുക. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ, സ്റ്റാർ പോയിന്റ് ആണ്. അതെല്ലാവരും തെറ്റിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കോപ്പറിന് എഴുതി വെക്കും, കോപ്പറിന് നിരോക്സീകരണം നടന്നു പറഞ്ഞാൽ തെറ്റാണ്. കോപ്പറിനല്ല നിരോക്സീകരണം നടക്കുക, Cu2+ അയോണിനാണ് എന്ത് നടക്കുക, നിരോക്സീകരണം നടക്കുക. അപ്പോൾ ആർക്ക് നിരോക്സീകരണം റിഡക്ഷൻ നടക്കുക, ലെസ് റിയാക്റ്റീവ് മെറ്റലിന്റെ അയോണിന്, ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന്റെ അയോണിന്. അത് അങ്ങനെ തന്നെ ഓർത്തു വെക്കുക. അപ്പം നമുക്ക് എന്ത് എഴുതണം, നമ്മുടെ എന്ത് എഴുതണം റിഡക്ഷൻ്റെ ഇക്വേഷൻ അഥവാ നിരോക്സീകരണ സമവാക്യം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആരുള്ളത്, Cu2+ ആണുള്ളത്. അതെന്ത് ചെയ്യും, ഈ സിങ്ക് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇതിനെ തന്നെ എന്ത് ചെയ്യും, അങ്ങോട്ട് സ്വീകരിക്കും. എന്നിട്ട് എന്തായി മാറും, Cu0 ആയിട്ട് മാറും. എൻ്റെ ബാക്കിലുണ്ട് കേട്ടോ, ഞാൻ ബാക്കിൽ അപ്പുറത്ത് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഓക്സീകരണവും കിട്ടി, നിരോക്സീകരണം, ഓക്സിഡേഷനും കിട്ടി, റിഡക്ഷനും കിട്ടി അല്ലേ. നമുക്കപ്പോൾ ഈ രണ്ടും ഓക്സീകരണവും നിരോക്സീകരണം ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് വിളിക്കും, റിഡോക്സ് പ്രവർത്തനം അല്ലേ. അറ്റ് എ ടൈം ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് വിളിക്കും, റിഡോക്സ് റിയാക്ഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ ഒന്നും കൂടെ ഇതെന്താണ്, Zn0 gives Zn2+ 2 ഇലക്ട്രോൺ. ക്ലിയർ. റിഡക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എഴുതാം. എന്തായിരുന്നു റിഡക്ഷൻ്റെ ഇക്വേഷൻ, Cu2++ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu0. ക്ലിയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിഡോക്സ് ഇക്വേഷൻ എഴുതണം. എങ്ങനെ റിഡോക്സ് ഇക്വേഷൻ എഴുതുക, അടുത്ത ഇലക്ട്രോണുകൾ കളയുക, എന്നിട്ട് ബാക്കിയുള്ളത് എഴുതുക. ഇലക്ട്രോൺ ചുമ്മാ കളയല്ല. ഇവിടെ എന്താ ഇലക്ട്രോൺ കളയുന്നതിൻ്റെ റീസൺ എന്താ, സിങ്ക് 2 ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 എണ്ണത്തിന് ആര് വാങ്ങിയിട്ടുണ്ട്, കോപ്പർ. അപ്പോൾ നമുക്ക് ഇനി നോക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺ ഫ്രീ ഒന്നും ഉണ്ടാവില്ല. ഒരാൾ കൊടുത്തു, വേറൊരാൾ വാങ്ങി. പിന്നെ അവിടെ ഉള്ളത് ആരൊക്കെ നോക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രോണും വെട്ടിപ്പോയതിൻ്റെ റീസൺ മക്കളെ മനസ്സിലായിക്കോ. ഒരാൾ കൊടുത്തത് മുഴുവൻ വേറൊരാൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ളത് ഇത്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ആരുള്ളത്, Zn0 + Cu2+ ഉണ്ട്. അപ്പുറത്ത് ആരൊക്കെ ഉണ്ട്, Zn2+ Cu0 ഉണ്ട്. ക്ലിയർ അല്ലേ. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചോടാ, ഇതിൽ ഓക്സീകരണവും നിരോക്സീകരണവും മാർക്ക് ചെയ്യാൻ പറയും അല്ലേ. 0 എവിടെ എത്തി, +2 അപ്പോൾ 0 +2 എത്തിക്കണമെങ്കിൽ അതെന്താണ്, ഓക്സീകരണമാണ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആണ്. അതേപോലെ Cu+2 നിന്ന് എവിടെ എത്തി, 0 എത്തി. അപ്പോൾ അതെന്താണ്, നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ ആണ്. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ അതെന്തായി, റിഡോക്സ് ഇക്വേഷൻ ആയി അഥവാ
റിഡോക്സ് സമവാക്യമായിട്ട് എന്ത് ചെയ്തു മാറി. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ചിത്രത്തിലോട്ട് തിരിച്ചു വന്നാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക? അപ്പോൾ നോക്കിക്കോ, നമ്മുടെ ലായനിലുള്ള സൊല്യൂഷനിലുള്ള Cu2+ ഒക്കെ എവിടെ പോയിട്ട് അടിയാണ്? ഈ സിങ്ക് റോഡിൽ സിങ്ക് ദണ്ടിൽ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിട്ട്? കോപ്പർ ആറ്റംസ് ആയിട്ട്. ക്ലിയർ? ഈ Cu2+ ഉള്ളത് കൊണ്ട് തന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് നീല കളർ ഉണ്ടാവും, ബ്ലൂ കളർ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ബ്ലൂ കളറിന് കാരണം ആരാന്നും കൂടെ പഠിക്കണം. ബ്ലൂ കളറിന് കാരണമാണ് നമ്മുടെ Cu2+ അയോണുകളാണ്. കോപ്പർ അല്ല, കോപ്പറിൻ്റെ അയോണുകളാണ് ബ്ലൂ കളർ, നീല കളറിന് കാരണം. ഇപ്പം ബ്ലൂ കളർ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ? ഇവിടുത്തെ Cu2+ ഒക്കെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? കോപ്പർ ആറ്റംസ് Cu0 ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോപ്പർ ആറ്റംസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോപ്പർ ആറ്റത്തിന് എന്തുണ്ടാവില്ല? ബ്ലൂ കളറൊന്നും ഉണ്ടാവില്ല. കോപ്പർ അയോൺ Cu2+ന് ബ്ലൂ കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? ലായനിൻ്റെ ബ്ലൂ കളർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നീല കളർ കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തതോ, ഈ പോണ Cu2+ ഒക്കെ എന്തായിട്ടാണ് മാറുന്നത്? കോപ്പർ ആറ്റംസ് ആയിട്ടാണ് മാറുന്നത്. ഈ കോപ്പർ ആറ്റംസ് എല്ലാം വന്ന് അടിയുന്നത് എന്തിൻ്റെ പുറത്താണ്? നമ്മുടെ സിങ്ക് റോഡിൻ്റെ പുറത്താണ്. അപ്പോൾ സിങ്ക് റോഡിൻ്റെ പുറത്ത്, സിങ്കിൻ്റെ പുറത്ത് എന്തിൻ്റെ ആവരണം, എന്തിൻ്റെ കോട്ടിങ് ഉണ്ടാവും? നമ്മുടെ കോപ്പറിൻ്റെ ഒരു ആവരണം, കോട്ടിങ് ഉണ്ടാവും. അതായത് സിങ്കിന് പുറത്ത് ആര് വന്ന് അടിയും? കോപ്പർ വന്നിട്ട് അടിയും. നന്നായിട്ട് എന്ത് ചെയ്യണം? ഓർമ്മ ഉണ്ടാവണം, ശ്രദ്ധിക്കണം. ക്ലിയർ? ഓക്കെ അല്ലേ? സോ ഇനി ഇതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ് കോപ്പറും. ഞാൻ മുക്കി വെക്കുന്നത് ആരെയാണ്? കോപ്പറാണ്. എടുത്ത സൊല്യൂഷൻ ആരാ വിചാരിക്കുക? നമ്മുടെ സിൽവർ നൈട്രേറ്റ് ആണ്, AgNO3 ആണ്. അപ്പോൾ ഇവിടെ ഉള്ളത് മോർ റിയാക്റ്റീവ് മെറ്റൽ ആരാ? കോപ്പർ. കോപ്പറിന് ഓക്സീകരണം, ഓക്സിഡേഷൻ നടക്കും. അതിൻ്റെ ഇക്വേഷൻ നമ്മളിങ്ങനെ എഴുതാ പറ, Cu0 ഗീവ്സ് Cu2+ + 2 ഇലക്ട്രോൺ. അവിടെ കോപ്പർ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. ക്ലിയർ? അടുത്തത് ഇതിലുള്ള സൊല്യൂഷൻ ഉള്ളത് ആരാ? Agൻ്റെ ചാർജ് +1 ആണ്. അപ്പോൾ Ag+1 ഒരു ഇലക്ട്രോണേ വാങ്ങാൻ പറ്റുള്ളൂ, കാരണം അതിൻ്റെ ചാർജ് +1 ആയതുകൊണ്ട്. അപ്പോൾ നോക്കിക്കോ, Ag+1 + 1 ഇലക്ട്രോൺ ഗീവ്സ് എന്താ? Ag0. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി ഇവിടെ നോക്കിക്കോ, നമുക്ക് ഇലക്ട്രോൺ ചുമ്മാ വെട്ടിക്കളയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ വെട്ടിക്കളഞ്ഞതിന് അർത്ഥം? ഒരാൾ കൊടുത്തതൊക്കെ വേറൊരാൾ എന്ത് ചെയ്യാണ്? വാങ്ങിക്കണം. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ കൊടുക്കേണ്ട, ഇയാൾ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യണം? വാങ്ങണം. അപ്പോൾ ഇവിടെ 2 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാത്രം 2 ആക്കാൻ പറ്റില്ല. മൊത്തം ഇക്വേഷൻ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇതെല്ലാം 2 ആയി മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺ വെട്ടിക്കളയും. അപ്പോൾ 2 ഇലക്ട്രോണും പോയി. ഇനി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള ആൾക്കാർ എഴുതി എന്താ വരിക? ലെഫ്റ്റ് സൈഡിൽ ആരാളുള്ളത്? Cu0 + 2 Ag+1. അങ്ങനെ തന്നെ എഴുതണേ. ഗീവ്സ് എന്താ വരിക? ഞാൻ അപ്പുറത്ത് എഴുതാം കേട്ടോ. പറടാ, എന്താ വരിക? Cu0 + 2 Ag+1 ഗീവ്സ്. ഇപ്പുറത്ത് എന്താ ഉള്ളത്? ഇനി ബാക്കി പറ, ബാക്കി ഇപ്പുറത്ത് എന്താ ഉള്ളത്? ഇവിടെ Cu2+ ഉണ്ട്, 2 Ag0 ഉണ്ട്. അപ്പോൾ അതിവിടെ എത്തുമ്പോൾ എന്തായി പറ? Cu2 + 2 Ag0. ഇവിടെ നമ്മൾ എങ്ങനെ ഓക്സീകരണം നിരോക്സീകരണം കാണിക്കുക? 0യിൽ നിന്ന് എവിടെ എത്തി? +2 കോപ്പർ. അപ്പോൾ അതെന്താണ്? ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം. Ag+1 നിന്ന് എവിടെ എത്തി? 0യിൽ എത്തി. അപ്പോൾ അതെന്താ? നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇവിടെ രണ്ടോടത്തും അറിയേണ്ട ഒരു കാര്യം നോക്കിക്കോ. ഇതൊക്കെ എക്സാം ടഫ് ആക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുക. അതുകൊണ്ട് ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ്സ് ആണ്, ശ്രദ്ധിച്ചോ കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യുക. ഞാൻ നാളെ ഇന്നത് വരുന്നൊന്നും പറയുന്നില്ല, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഞാനല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ എക്സാം ടഫ് ആക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ചോദിച്ചിട്ട് ടഫ് ആക്കുക. അപ്പോൾ നോക്കിയേ, ഒരു സിങ്ക് എത്ര ഇലക്ട്രോൺ കൊടുത്തു? 2 ഇലക്ട്രോൺ കൊടുത്തു. അപ്പോൾ ഒരു Cu2+ ആ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും ചെയ്തു? മേടിക്കുകയും ചെയ്തു. അതിനർത്ഥം എന്താ? ഒരു സിങ്ക് ഈ സൊല്യൂഷനിക്ക് വരുമ്പോൾ ഇവിടുന്ന് ഒരു Cu2+ ഈ സൊല്യൂഷൻ എന്ത് ചെയ്യുള്ളൂ? ഡിസ്പ്ലേസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആദേശം ചെയ്യുള്ളൂ. കാരണം എന്താ? ഒരു സിങ്കിന് സൊല്യൂഷൻ ലായനിലോട്ട് വരണമെങ്കിൽ അത് 2 ഇലക്ട്രോൺ കൊടുക്കണം. ആ 2 ഇലക്ട്രോൺ വാങ്ങാൻ അവിടെ എന്ത് മതി? ഒരു കോപ്പർ മതി. അപ്പോൾ ഒരു സിങ്ക് വരുമ്പോൾ അവിടുന്ന് എത്ര കോപ്പർ അയോൺ പോകും? ഒരു കോപ്പർ അയോൺ. അതായത് ഒരു സിങ്കിന് എത്ര കോപ്പർ അയോണിനെ ആദേശം ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും? 1. എന്നാൽ ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. ഒരു Cu 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ലായനിലോട്ട്, സൊല്യൂഷനിലോട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അവിടെയുള്ള Ag+1 ഒരു ഇലക്ട്രോണിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2 വാങ്ങാൻ വേണ്ടി നമ്മൾ 2 Ag+1 എടുത്തില്ലേ? അത് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കോപ്പർ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടുന്ന് 2 സിൽവർ അയോൺ അവിടുന്ന് എന്ത് ചെയ്യും? പോകും. അപ്പോൾ ഒരു കോപ്പറിന് എത്ര സിൽവർ അയോണിനെ ആദേശം ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും? 2 സിൽവർ അയോണുകളെ ആദേശം ചെയ്യാൻ പറ്റും, അഥവാ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതും കൂടെ അവിടെ നിന്ന് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സിൽവർ നൈട്രേറ്റും കോപ്പർ സൾഫേറ്റും തമ്മിലുള്ള കാര്യമാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ സിൽവർ നൈട്രേറ്റ്, ഇപ്പം നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ ഏതാ? സിൽവർ നൈട്രേറ്റ് അല്ലേ? ഇത് കളർലെസ് ആണ്. ഇതിനിപ്പോൾ എന്തുണ്ടാവില്ല? കളർ ഉണ്ടാവില്ല, നിറം ഉണ്ടാവില്ല. ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് ആരാ പറ? ഈ Cu2+ ആണ് നമ്മുടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, സൊല്യൂഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ Cu2+ ഇവിടെ എത്തുന്ന സമയത്ത് എന്താ ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ടാവുക പറ? Cu നമ്മുടെ ഹോൾ ഇക്വേഷൻ, നേരത്തെ നമ്മൾ റിഡോക്സ് ഇക്വേഷൻ എഴുതിയത്, ഇതിന് പകരം നമ്മൾ ഇവിടുത്തെ ടോട്ടൽ സമവാക്യം എഴുതുകയാണെങ്കിൽ ആരൊക്കെ തമ്മിലാണ് പ്രവർത്തിക്കണേ പറ? കോപ്പറും സിൽവർ നൈട്രേറ്റ് അല്ലേ? 2 AgNO3 തമ്മിൽ പ്രവർത്തിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ കോപ്പർ വന്നിട്ട് ഇവിടെ സിൽവറിനെ പറഞ്ഞേക്കൂലേ? അപ്പോൾ എന്താ കിട്ടുക?
ഈ AgNO3 സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടും? CuNO3 ട്വൈസ് പ്ലസ് ഇവിടുന്ന് പോകുന്ന 2 എന്ത് കിട്ടും? Ag കിട്ടും. ഇതാണ് ഇവിടുത്തെ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ നോക്കിയേ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എന്തായി മാറി? കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷനായി മാറി. അപ്പോൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലുള്ള അയോണുകൾ Ag+1 ആണ്. Ag+1 നിറമില്ല, കളറില്ല, അതുകൊണ്ട് അത് എന്ത് കൊടുക്കൂല? ലായനിക്ക് കളർ കൊടുക്കൂല. എന്നാൽ ഇവിടെ നിറമില്ലാത്ത ലായനിക്ക് എന്ത് നിറം കിട്ടും? ബ്ലൂ കളർ, നീല നിറം കിട്ടും. കാരണം കോപ്പറിൻ്റെ അയോണിന് എന്തുണ്ട്? നീല നിറം ഉണ്ട്. നേരത്തെ പറഞ്ഞിടത്ത് എന്താ സംഭവിച്ചത്? അതും കൂടി നമുക്ക് ഇവിടെ എഴുതാം. ശ്രദ്ധിച്ചോ, നമ്മുടെ സിങ്ക് എന്തായി? കോപ്പർ സൾഫേറ്റുമായി പ്രവർത്തിച്ചപ്പോൾ സിങ്ക് വന്ന് ഇവിടുന്ന് കോപ്പറിനെ ആട്ടി പറഞ്ഞയച്ചു അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ZnSO4 + Cu കിട്ടി. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ Zn+2 ആണ് വരുന്നത്. പക്ഷേ Zn+2 വരുന്ന Zn+2ന് നിറമില്ല. പക്ഷേ ഓൾറെഡി ലായനിലുള്ളത് ആരാ? Cu+2. അതിന് എന്തുണ്ട്? നിറമുണ്ട്. അപ്പോൾ ബ്ലൂ കളർ ഉള്ളത് എന്തായി മാറി? ബ്ലൂ കളർ ഇല്ലാത്തതായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും അത് ഡിഫറൻസ് ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യണം? നോക്കണം. ഞാൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് മൊത്തം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് സിങ്ക്? നമ്മൾ പറഞ്ഞു സിങ്കിൻ്റെ പുറത്ത് ആര് വന്ന് അടിയും? കോപ്പർ വന്നിട്ട് അടിയും അല്ലേ? അടുത്തത്, സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം വാങ്ങുന്നതിന് കാരണം നമ്മൾ പറഞ്ഞു കോപ്പർ സൾഫേറ്റിന് നീല നിറം കൊടുക്കുന്നതിൻ്റെ Cu2+ അയോണുകളാണ്. ആ Cu2+കൾക്കൊക്കെ നിരോക്സീകരണം, റിഡക്ഷൻ നടന്ന് Cu2+കൾക്ക് റിഡക്ഷൻ നടന്നിട്ട് എന്തായി മാറി? Cu0. ഒന്നും എഴുതാൻ കിട്ടില്ലെങ്കിൽ ഇക്വേഷൻ അവിടെ എഴുതിയൊക്കെ ടീച്ചർ വെരി ഗുഡ് ഇട്ട് തരും കേട്ടോ. കാരണം കെമിസ്ട്രിയിൽ ഇക്വേഷൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിന് നിരോക്സീകരണം നടന്ന് കോപ്പർ ആറ്റങ്ങളായി എവിടെ പോയി അടിയുന്നു? സിങ്കിൻ്റെ പുറത്ത് പോയി അടിയുന്നതുകൊണ്ടാണ് അവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അതിൻ്റെ നീല നിറം ഇല്ലാതായത്. ഇനി അടുത്തത് ഒരു ഗ്രാഫാണ്. ഗ്രാഫ് കാണുമ്പോൾ അറിയണം ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫാ? ഒന്ന് വോളിയാണ് കേട്ടോ, ഒന്ന് ആരാടാ? വോളിയം. അടുത്ത ആരാണ്? ടെമ്പറേച്ചർ. വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണെങ്കിൽ അത് ഏത് ലോ ആയിരിക്കും? നമ്മുടെ ചാൾസ് ലോ ആയിരിക്കും അല്ലേ? ഇനി ചാൾസ് ലോവിന് 2 ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, ടെമ്പറേച്ചർ കെൽവിനിലാണ്. ടെമ്പറേച്ചർ കെൽവിനാകുമ്പോൾ മാത്രമേ ആ ഗ്രാഫ് എവിടെ നിന്ന് തുടങ്ങുള്ളൂ? ഒറിജിനിൽ തുടങ്ങുള്ളൂ. ടെമ്പറേച്ചർ സെൽഷ്യസ് ആണെങ്കിൽ ഗ്രാഫ് ഒരിക്കലും ഒറിജിനല്ല തുടങ്ങുക, കുറച്ച് മേലിനാണ് തുടങ്ങുന്നിട്ട് നമ്മളിങ്ങനെ നീട്ടി വരച്ചിട്ട് നമ്മൾ എവിടെ എത്തിക്കും? അതിനെ പറ 0 കെൽവിൻ അഥവാ -273 കെൽവിനിൽ ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കും. അതാണ് നമ്മുടെ അബ്സല്യൂട്ട് 0 അഥവാ കേവല 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രാഫ് എന്തിലാണ് തന്നിട്ടുള്ളത്? കെൽവിൻ. ഞാൻ എല്ലാം പറയുന്നത് എല്ലാം വരും. ഇതാണ് ഇവിടെയെങ്കിൽ അടുത്തത് ചിലപ്പോൾ സെൽഷ്യസ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ, ഇനി നോക്കിക്കോ, വിച്ച് ഗ്യാസ് ലോ ഈസ് ദ ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ള ഗ്യാസ് ലോ ഏതാ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ്? ചാൾസ് ലോ. ഇനി എന്താ ചാൾസ് ലോ? ചാൾസ് ലോ ടെമ്പറേച്ചറും പ്രഷറും എന്താണെങ്കിൽ? കോൺസ്റ്റൻറ്റ്, സ്ഥിരമാണെങ്കിൽ, താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ എന്താണ് ചാൾസ് ലോ? ചാൾസ് ലോയിൽ പറയുന്നത് മാസും പ്രഷറും എന്താണെങ്കിൽ? കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, മാസും മർദ്ദവും സ്ഥിരമാണെങ്കിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും താപനിലയും അഥവാ അതിൻ്റെ വോളിയം ടെമ്പറേച്ചറും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷനിലായിരിക്കും. ക്ലിയർ? ഇനി ഇവിടെ നോക്കിക്കോ, ഇഫ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് 150 ലിറ്റർ അറ്റ് 300 കെൽവിൻ, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ഗ്യാസ് അറ്റ് 600 കെൽവിൻ? ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. അതായത് ചാൾസ് ലോ ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ആദ്യത്തെ ആ വാതകത്തിൻ്റെ ഏതോ ഒരു ഗ്യാസ്, ആ ഗ്യാസിൻ്റെ ആദ്യത്തെ വ്യാപ്തം എത്രയാണ്? 150 ലിറ്റർ ആണ്. ആ സമയത്ത് അതിൻ്റെ താപനില 300 കെൽവിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ താപനില എത്രയാക്കി മാറ്റി? അതായത് അപ്പോൾ ആ സമയത്തെ താപനില നമുക്ക് എന്ത് വിളിക്കാം? T1 എന്ന് വിളിക്കാം അല്ലേ? എന്നിട്ട് താപനില T2 എത്രയാക്കി മാറ്റിടാ? 600 കെൽവിനാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ V2 രണ്ടാമത്തെ വോളി എത്രയാണെന്ന് ചോദിക്കണേ. സിമ്പിളായിട്ട് ലോജിക്ക് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ എപ്പോഴും പറയുന്നത് ലോജിക്ക് നിങ്ങൾക്ക് വർക്ക് ആവില്ല തോന്നുകയാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ആകെ 2 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ വരിക? T1 300 ഉള്ളത് എത്രയായി? 600. അതായത് ടെമ്പറേച്ചർ ഇരട്ടിയായി അല്ലേ? ഡബിളായി. ടെമ്പറേച്ചർ ഇരട്ടിയായി, വ്യാപ്തം വോളിയം ഇരട്ടിയാവണം. കാരണം ഇത് രണ്ടും തമ്മിൽ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, നേരെ അനുപാതത്തിലാണ് അല്ലേ? അപ്പോൾ ഇത് 600 ഇരട്ടിയായെങ്കിൽ ഇതും ഇത് ഇരട്ടിയായത് എത്രയാവണം? 300 ആയിട്ട് എന്ത് ചെയ്യണം? മാറും. 300 ലിറ്റർ ആണ് ആൻസർ. ഇനി അത് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ അറിയണം, നമ്മൾ ചാൾസ് ലോന്റെ ഇക്വേഷൻ എന്താ? V1/T1 = എന്താണ്? V2/T2. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെക്കണം എന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്, അല്ലെങ്കിൽ തെറ്റും അല്ലേ? അപ്പോൾ എന്താ പറയുക? V1 ഈ T2 ഇതിൻ്റെ അടുത്തോട്ടും വരും, ഈ T1 ഇതിൻ്റെ അടുത്തോട്ടും പോകും. അപ്പോൾ എന്താ വരിക? V1 × T2 = V2 × T1. ഇവിടെ നമുക്ക് ആരെയാണ് കാണണ്ടേ? നമ്മുടെ V2 ആണ് കാണേണ്ടത്. അപ്പോൾ V2നെ അവിടെ നിർത്തിയിട്ട് × T1 ഇങ്ങോട്ട് വരിക. അപ്പോൾ × T1 ഇപ്പുറം വരുമ്പോൾ എന്താവും? /T1 അല്ലേ? അപ്പോൾ എന്താവും? V2 = V1 × T2 / T1. ഇനി നമ്മൾ വാല്യൂസ് കൊടുക്കുക. V1ൻ്റെ വാല്യൂ എത്രയാണ്? V1ൻ്റെ വാല്യൂ 150 ആണ്. അത് ചോദ്യത്തിലുണ്ട് കേട്ടോ. T2ൻ്റെ വാല്യൂ എത്ര? 600 ആണ്. T1ൻ്റെ വാല്യൂ എത്ര? 300 ആണ്. ക്ലിയർ? അപ്പോൾ 300നെ 600നെ പറ്റി ഇവിടെ 2 വരും. 2 × 150 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 300 ലിറ്ററിന് കിട്ടും. സിമ്പിൾ.
ഓക്കെ, അടുത്തത് വീണ്ടും മോൾ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് മോൾ കോൺസെപ്റ്റ് എന്നാണ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയലുണ്ട്. ബ്രെയിനത്തെ മക്കൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ചോടാ, നിങ്ങൾ A+ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി മോൾ കോൺസെപ്റ്റ് എന്നായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. കാരണം ഈ ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും ടഫസ്റ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മോൾ കോൺസെപ്റ്റിലായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, 10 ലിറ്റർ ഓക്സിജൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ എക്സ് മോളിക്യൂൾ. 10 ലിറ്റർ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട് നമ്മളെ കയ്യിൽ. അവിടുത്തെ എന്ത് സ്ഥിരമാണ്? താപനിലയും മർദ്ദം എന്താണ്? സ്ഥിരമാണ്. അപ്പോൾ താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ ഒറ്റയടിക്ക് ഓർക്കുക, താപനിലയും മർദ്ദവും സ്ഥിരം. അപ്പോൾ പിന്നെ ഏതാ ലോ? നമ്മുടെ അവഗാഡ്രോസ് ലോ ആണ് അല്ലേ? അപ്പോൾ പിന്നെ അവിടെ ആരൊക്കെ തമ്മിലാണ് ബന്ധമുള്ളത്? വോളിയം, തന്മാത്രകളുടെ എണ്ണവും. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും എന്താണ്? നേർ അനുപാതത്തിലാണ്. അവിടെ ഏത് വാതക എന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് അല്ലേ? നമ്മൾ ഓർമ്മയുണ്ടടാ ഈ മുഖം എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് ദ ഗ്യാസ്. ആ വാതകം ഏതെന്നുള്ളതിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു പ്രസക്തി ഇല്ല. ഏത് വാതകമാണെങ്കിലും ശരി, അവരുടെ മർദ്ദവും താപനിലയും പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമാണെങ്കിൽ പിന്നെ വ്യാപ്തം എന്തിനെ മാത്രമേ ആശ്രയിക്കുള്ളൂ? തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾസിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആശ്രയിക്കത്തുള്ളൂ. ക്ലിയർ? ഓക്കെ അല്ലേ? അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ ഇപ്പം നോക്കിക്കോ, ഏതോ ഗ്യാസ്, ആ ഗ്യാസിൻ്റെ 10 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? എക്സ് മോളിക്യൂൾ. ഇനി എക്സ് കാണുമ്പോഴേക്കും അമ്പോ എന്ന് വിചാരിച്ച് വീഴാൻ നിൽക്കണ്ട. എക്സ് ഒരു നമ്പറാണ് കേട്ടോ, ഏതോ ഒരു നമ്പറാണ്. ഇനി എക്സ് എന്ന് കാണുമ്പോൾ പിന്നെ ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യൂല, അങ്ങനെയല്ല ആൻസർ. എനിക്ക് തോന്നുന്നു ഈ 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ദേശീയ അക്ഷരം ഏതാ ചോദിച്ചാൽ എക്സും വൈ ആയിരിക്കും. കാരണം അതുവരെയാണ് നമ്മൾ എന്ത് ചെയ്യല്, തല കറങ്ങി വീഴല്. അപ്പോൾ ആൻസർ ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു. പിന്നെ എക്സ് എന്ന് പറയുമ്പോൾ വേറെ പലർക്കും പല ഓർമ്മകളും എന്ത് വരുന്നുണ്ടാവും. ആ എക്സും ഈ എക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമില്ല. ചുരുക്കി പറഞ്ഞ എക്സ് നമ്മളെ ശത്രുവാണ്. ഓക്കെ, ഒന്നെങ്കിൽ അങ്ങനത്തെ ശത്രു അല്ലെങ്കിൽ ഇങ്ങനത്തെ ശത്രു. ഇത് എന്താണെങ്കിലും ആ എക്സ്, നിങ്ങൾക്ക് എക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ വൈയോ ഡബ്ല്യൂയോ സെഡോ എന്തെങ്കിലും ഒരു കുന്തെടുക്കുക കേട്ടോ. അപ്പോൾ ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു അതർ ഗ്യാസ് സാമ്പിൾസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊരു ഗ്യാസിൻ്റെ കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ആ ഗ്യാസ് എടുത്തുള്ളത് എത്രയാണ്? 10 ലിറ്ററാണ്. അതിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? എക്സ് എടുത്തിട്ടുണ്ട്. ഇനിയോ വേറെ ഏതൊക്കെയോ ഗ്യാസിൻ്റെ കാര്യങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കിക്കോ, ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ആർ ദർ ഇൻ 5 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അണ്ടർ ദ സെയിം കണ്ടീഷൻ. ഇതൊക്കെ ക്ലാസ്സിലെ നോട്ടിൽ സെയിം ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ 10 ലിറ്ററിന് പകരം 20 ലിറ്റർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ സെയിം ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് തന്നു കേട്ടോ, ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ ചുമ്മാ അത് വെറുതെ പണിയെടുക്കുക എല്ലാം സാധനം മനസ്സിലാവണം കേട്ടോ. അതൊക്കെ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ, നോട്ട് ദ പോയിന്റ് ബ്രെയിനിൽ കുട്ടികളെ നോട്ടിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 ലിറ്റർ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര മോളിക്യൂൾ ഉണ്ടാവുക? എക്സ് മോളിക്യൂൾസ് ഉണ്ട്. ആരുടെ? ഓക്സിജൻ ആണെങ്കിൽ. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഹൈഡ്രജൻ്റെ കാര്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഹൈഡ്രജനോ ഓക്സിജനോ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് കുന്തോ ആയിക്കോട്ടെ, വാതകം ഏതാന്നുള്ളതിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല, ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. ഓക്കെ, നമ്മളവിടെ എടുക്കുന്ന സാധനങ്ങളൊക്കെ എന്തിലായാൽ മതി, ഒരേ പ്രഷറിലും ഒരേ ടെമ്പറേച്ചറിലും ഒരേ മർദ്ദത്തിലും ഒരേ താപനിലയിലും ആണെങ്കിൽ പിന്നെ നമ്പർ തുല്യമാണെങ്കിൽ വ്യാപ്തം തുല്യം, അല്ലെങ്കിൽ വ്യാപ്തം തുല്യമാണെങ്കിൽ നമ്പർ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ 5 ലിറ്റർ. 5 ലിറ്റർ ആണെങ്കിൽ അവിടെ എത്ര മോളിക്യൂൾ ഉണ്ടാവും? പറടാ. 10 ലിറ്റർ ആയപ്പോൾ എക്സ് ഉണ്ടെങ്കിൽ 5 ലിറ്റർ ആകുമ്പോൾ വ്യാപ്തം പകുതി ആയില്ലേ, വോളിയം പകുതി ആയില്ലേ, അപ്പോൾ നമ്പറും എന്താവണം? പകുതി ആവണം. അപ്പോൾ അതിന് എത്ര മോളിക്യൂൾ ഉണ്ടാവും? x/2 മോളിക്യൂൾ ഉണ്ടാവും, ഏത് വാതകമാണെങ്കിലും ശരി. അപ്പോൾ അതിന് ആൻസർ എത്ര? x/2 മോളിക്യൂൾ. അടുത്തതോ, ഇനി മോളിക്യൂളിൻ്റെ എണ്ണം തന്നിട്ട് വ്യാപ്ത ചോദിക്കണേ, വോളിയം ചോദിക്കണേ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾസ് ഓഫ് CO2? വീണ്ടും ഒരു ഗ്യാസ് മാറ്റി നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസ് ഏതാണെന്നുള്ളത് നമുക്ക് അറിയാലോ, ഗ്യാസിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, പിന്നെ എത്ര പറ്റിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നോക്കിക്കോ, 3x മോളിക്യൂൾസ് എന്തെടുത്ത്? CO2. ഏത് ഗ്യാസാ? CO2. അപ്പം CO2 ഗ്യാസ്, കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്, അങ്ങനെയൊക്കെ ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. വാതകം ഏതാന്നുള്ളതിന് അവിടെ ഒരു പ്രസക്തി ഞാൻ വീണ്ടും പറയുന്നു, ഓർമ്മയുണ്ടടാ ഈ മുഖം ചോദിക്കുന്ന പോലെ അത് മനസ്സിൽ പതിപ്പിക്കുക. വാതകം ഏതാന്നുള്ളതിന് അവിടെ ഒരു പ്രസക്തി ഇല്ല, ഗ്യാസ് ഏതാന്നുള്ളതിന് അവിടെ ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ 3x, അതായത് എക്സ് മോളിക്യൂൾ എടുത്തപ്പോൾ അതിൻ്റെ വ്യാപ്തം, എക്സ് തന്മാത്രകൾ എടുത്തപ്പോൾ അതിൻ്റെ വ്യാപ്തം എത്രയാണ്? 10 ലിറ്ററാണ്. അങ്ങനെ ഇപ്പോൾ എടുക്കുന്ന തന്മാത്രകൾ മോളിക്യൂളിൻ്റെ എണ്ണം എത്രയാണ്? 3x എന്ന് വെച്ചാൽ തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂളിൻ്റെ നമ്പർ എന്തായി? 3 ഇരട്ടിയായി. നമ്പർ 3 ഇരട്ടിയായി, വ്യാപ്തം 3 ഇരട്ടിയാണ്, വോളിയം 3 ഇരട്ടിയാണ്. കാരണം ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇത് 10 ലിറ്റർ ആണെങ്കിൽ ഇത് 3 ഇരട്ടി പറയുമ്പോൾ എത്ര ലിറ്റർ ആയിട്ടുണ്ടാവും? 30 ലിറ്റർ ആയിട്ടുണ്ടാവും. സിമ്പിൾ, ക്ലിയർ. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല 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 ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ലോവർ ദാൻ ദാറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ അയോണീകരണ ഊർജ്ജം അല്ലെങ്കിൽ അയോണീകരണ എൻതാൽപ്പി പി ബ്ലോക്കിനേക്കാൾ എന്താണ്? കുറവാണ്. അതിൻ്റെ എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി, എന്താണ് അയോണീകരണ ഊർജ്ജം എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിച്ചോ, എന്താ അയോണീകരണ ഊർജ്ജം? ഓക്കെ, അപ്പോൾ അയോണീകരണ ഊർജ്ജം, അയോണീകരണ എൻതാൽപ്പി എന്താണെന്ന് നോക്കാം. എന്താണ് അയോണീകരണ ഊർജ്ജം? ഒരു ആറ്റത്തിൽ എന്തുണ്ടാവും?
സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിന് ചുറ്റും കുറേ എന്തുണ്ടാവും, ഷെല്ലുകൾ ഉണ്ടാവും. ഷെല്ലുകളിലൊക്കെ ഇലക്ട്രോൺ ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ല്, ബാഹ്യതമ ഷെല്ല്, ഔട്ടർമോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണിനെ ആറ്റം വിട്ട് കൊടുക്കണം. ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് എന്ത് കൊടുക്കണം, ആറ്റത്തിനകത്തോട്ട് എന്ത് കൊടുക്കണം, ഊർജ്ജം, എനർജി കൊടുക്കണം. ആ കൊടുക്കുന്ന ഊർജ്ജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണീകരണ ഊർജ്ജം അഥവാ അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഡെഫിനിഷൻ ഒന്നും പറയുന്നില്ല, കോൺസെപ്റ്റാണ് പറഞ്ഞത്. ഡെഫിനിഷൻ നിങ്ങളെ കയ്യിലുണ്ടാവും, നോക്കിയാൽ മതി. വിച്ച് എലമെൻറ്റ് ഇൻ ദ സെക്കൻഡ് പീരിയഡ് ഹാസ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഓൾറെഡി അവരൊരു കാര്യം പറഞ്ഞിട്ട് നമ്മളോട് എന്ത്, എസ്സിനേക്കാൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും ആയിരിക്കും പീക്ക്. അപ്പോൾ എസ് എവിടെയുള്ളത്, ലെഫ്റ്റ് സൈഡിൽ, പി എവിടെയുള്ളത്, റൈറ്റ് സൈഡിൽ. അപ്പോൾ അതിനർത്ഥം അവരെന്നെ നമുക്ക് ഹിൻഡ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അറിയേണ്ടതാണ്, അവരെന്നെ ഹിൻഡ് തന്നിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് എങ്ങോട്ട് പോകും തോറും, റൈറ്റിലോട്ട് പോകും തോറും അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, ഇത്രേ കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി എവിടെ ഉണ്ടാവുക, ഏതൊരു പീരിയഡ്, നമ്മൾ പീരിയഡ് എടുത്താൽ ഏത് പീരിയഡ് ആണെങ്കിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്കല്ലേ പോവുക. അപ്പോൾ ഏതൊരു പീരിയഡിലും ഏറ്റവും അയണൈസേഷൻ എൻതാൽപ്പി, അയണീകരണ ഊർജ്ജം കുറവ് എവിടെ ഉണ്ടാവുക, ലെഫ്റ്റ് സൈഡിൽ, ഏറ്റവും കൂടുതൽ എവിടെ ഉണ്ടാവുക, റൈറ്റ് സൈഡിൽ. നമ്മളോട് ചോദിച്ചാൽ രണ്ടാമത്തെ പീരിയഡാണ്. രണ്ടാമത്തെ പീരിയഡിൽ ഏറ്റവും ലെഫ്റ്റിലുള്ളത് ആരാ, നിങ്ങൾ ആ കുറച്ച് എലമെന്റ്സ് പഠിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, അത് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഫസ്റ്റ് ഒരു 3 പീരിയഡെങ്കിലും എന്തുണ്ടാവണം, ഓർമ്മ ഉണ്ടാവണം. അല്ലെങ്കിൽ രണ്ടാമത്തെ പീരിയഡ് എന്തായാലും ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പീരിയഡിൽ ആരാ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ ആരുണ്ട്, ഹീലിയം. അവിടെ ആ 2 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സെക്കൻഡ് പീരിയഡ് തുടങ്ങുന്നത് ലിഥിയം അല്ലേ, പിന്നെ ബെർലിയം, പിന്നെ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ ലാസ്റ്റ് ആരാ വരിക, നിയോൺ. അപ്പോൾ സെക്കൻഡ് പീരിയഡിൽ റൈറ്റ് സൈഡിൽ, ഏറ്റവും റൈറ്റ് സൈഡിൽ ആരാളുള്ളത്, നിയോൺ ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജം, അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടാവുക ആർക്കായിരിക്കും, നിയോണിനായിരിക്കും. ഇനി അതിനൊരു പോയിന്റ് എപ്പോഴും മനസ്സിലാക്കുക, 18ാം ഗ്രൂപ്പ്, ഏറ്റവും റൈറ്റ് സൈഡിലെ ഗ്രൂപ്പ് ഏതാണെന്ന് ആലോചിച്ചാൽ മതി. ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ഗ്രൂപ്പ് ഏതാ, 1ാം ഗ്രൂപ്പ്. 1ാം ഗ്രൂപ്പിനായിരിക്കും അയോണീകരണ ഊർജ്ജം, അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും എന്തുണ്ടാവുക, കുറവുണ്ടാവുക. എന്നാൽ അയോണീകരണ ഊർജ്ജം, അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ആർക്കും ഉണ്ടാവുക, 18th ഗ്രൂപ്പ്, 18ാം ഗ്രൂപ്പ്, ഉത്കൃഷ്ടവാദങ്ങൾ അഥവാ നോബിൾ ഗ്യാസസ്. അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ ആരാ, നോബിൾ ഗ്യാസ്. അപ്പോൾ രണ്ടാമത്തെ പീരിയഡ്, ഞാൻ എലമെന്റ്സ് മുഴുവൻ അറിയണമെന്നില്ല, 18ാം ഗ്രൂപ്പിലത്തെ എലമെന്റ്സ് കാണാതെ പഠിക്കണമെന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് ജസ്റ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഒന്ന് എഴുതി കാണിക്കാണ്, ശ്രദ്ധിച്ചോ. 18ാം ഗ്രൂപ്പ് നോബിൾ ഗ്യാസസ് ആരാന്ന് പഠിക്കണം. കാരണം നമുക്ക് അത് വെച്ചൊരു ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ, ഇലക്ട്രോൺ വിന്യാസത്തിന്റെ ചുരുക്കരൂപമൊക്കെ എഴുതല്ലേ. ആരൊക്കെയാണ്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ. ഈ 5 എന്ത് ചെയ്യണം, പഠിക്കണം. ഹീലിയം ഏത് പീരിയഡ് ആയിരിക്കും, 1ാമത്തെ പീരിയഡ്. നിയോൺ ഏത് പീരിയഡാണ്, 2ാമത്തെ പീരിയഡ്. ആർഗൺ 3ാമത്തെ പീരിയഡ്, ഇത് 4ാമത്തെ പീരിയഡ്, ഇത് 5ാമത്തെ പീരിയഡ്. ഇത് ഏതാ ഗ്രൂപ്പ്, 18ാം ഗ്രൂപ്പ്. സിമ്പിൾ. അപ്പോൾ 2ാം പീരിയഡിൽ ഏറ്റവും അയോണീകരണ ഊർജ്ജം കൂടുതൽ ആരാ, 18ാം ഗ്രൂപ്പ് താളാരാ നോക്കുക, നിയോൺ. നിങ്ങളോട് ചോദിക്കുകയാണ് 4ാം പീരിയഡിൽ ഏറ്റവും അയോണീകരണ ഊർജ്ജം, അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ ആരാ. അപ്പോൾ 4ാം പീരിയഡിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ ആരാ, 18ാം ഗ്രൂപ്പ്. 4ാം പീരിയഡിൽ 18ാം ഗ്രൂപ്പ് ആരാ, ക്രിപ്റ്റോൺ. ഇത്ര പണിയുള്ളൂ. ഈ 5 ആളെ പഠിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി എങ്ങാനും 18ാം ഗ്രൂപ്പ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പത്തെ ആരെ പറയാം. അതായത് ഇപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗമൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. നമ്മൾ ഹാഫ് ഇയർലി എക്സാമിന്, നമ്മൾ സെൻട്രൽ എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 18ാം ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പിന്നെ തൊട്ട് മുമ്പ് ആരാ, 17ാം ഗ്രൂപ്പിലെ ആളുകൾക്കായിരിക്കും എന്ത് കൂടുക, അയണൈസേഷൻ എൻതാൽപ്പി അഥവാ അയോണീകരണ ഊർജ്ജം കൂടുക. അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എന്തെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, മെറ്റലർജി, ലോഹ നിർമ്മാണം എന്നുള്ള ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പല സ്കൂളിലും ഇത് പല ഭാഗം വരെയാണ് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഏതായാലും ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാനത് എന്ത് ചെയ്യാണ്, പറയാണ്. ശ്രദ്ധിച്ചോ, കംപ്ലീറ്റ് ദ റിയാക്ഷൻ. ആദ്യം സിങ്ക് കാർബണേറ്റും സിങ്ക് സൾഫേറ്റും തന്നിട്ട്, ഈ സിങ്ക് കാർബണേറ്റിന്റെ പേരെന്താ, കലാമിൻ. നോട്ട് ദ പോയിന്റ്, ആരാണ്, കലാമിൻ. സിങ്ക് സൾഫേറ്റിന്റെ പേരെന്താ, സിങ്ക് ബ്ലെൻഡ്. ഇത് സിങ്കിന്റെ സൾഫൈഡ് ആയിട്ടാണ്, ഇത് സിങ്കിന്റെ കാർബണേറ്റ് ആയിട്ടാണ്. ഇവിടെ രണ്ടും കാണിച്ചിട്ടുള്ളത് എന്ത് പ്രക്രിയ, 2 ഡിഫറെന്റ് പ്രോസസ്സുകൾ, 2 പ്രക്രിയകളാണ്. ഏതൊക്കെയാണ് 2 പ്രക്രിയ? ആദ്യത്താണ് നമ്മുടെ എന്ത്, കാൽസിനേഷൻ. രണ്ടാമത്താണ് എന്ത്, നമ്മുടെ റോസ്റ്റിംഗ്. എങ്ങനെ മനസ്സിലാവുക, സൾഫൈഡ് അയിരുകൾക്ക് ചെയ്യുന്നതാണ് ഏത്, റോസ്റ്റിംഗ്. കാർബണേറ്റുകൾക്കും ഹൈഡ്രോക്സൈഡുകൾക്കും ചെയ്യുന്നതാണ് ഏത്, കാൽസിനേഷൻ. അപ്പോൾ ഇത് ആദ്യത്തെ കാൽസിനേഷൻ, രണ്ടാമത്തെ ഏതാണ്, റോസ്റ്റിംഗ് ആണ്. മാത്രമല്ല റോസ്റ്റിംഗിൽ വായുവിന്റെ സാന്നിധ്യത്തിൽ, ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ചൂടാക്കുക. രണ്ടോടത്ത് ഹീറ്റ് ചൂടാക്കണുണ്ടല്ലേ, ഇവിടെ നമ്മൾ വായുവിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുക, ചൂടാക്കുക. ഇനി അവിടെ കിട്ടുന്ന എക്സും വൈയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാ അത് ചൂടാക്കണം, എന്തിനാ കാൽസിനേഷനും റോസ്റ്റിംഗും നടത്തണേ, നമുക്ക് അതിന് എന്താക്കി മാറ്റാനാണ്, ഓക്സൈഡ് ആക്കി മാറ്റാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനം എന്തായിട്ടുണ്ടാവും, ഓക്സൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എടുത്ത സാധനം ആരാ, സിങ്ക് അല്ലേ, സിങ്കിന്റെ ഓറുകൾ, സിങ്കിന്റെ കാർബണേറ്റും സൾഫൈഡും അല്ലേ എടുത്തേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സിങ്ക് കാർബണേറ്റ് എടുത്താലും സിങ്ക് സൾഫൈഡ് എടുത്താലും കിട്ടുന്ന സാധനം ആരാണ്, ZnO, സിങ്ക് ഓക്സൈഡ്. കാരണം ഓക്സൈഡ് ആക്കി മാറ്റാനുള്ള വഴികളാണ് കാൽസിനേഷനും റോസ്റ്റിംഗും. നോട്ട് ദ പോയിന്റ്. അപ്പോൾ രണ്ടോടത്തും കിട്ടാരാണ്, സിങ്ക് ഓക്സൈഡ് ആണ്. ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്, എങ്ങനെയാണ് കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിൽ വ്യത്യാസം? രണ്ടും അതിൻ്റെ ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ് വരെ എന്ത് ചെയ്യണം, നമ്മൾ അയിരിനെ സാന്ദ്രീകരിച്ച അയിരിന്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം വരെ ചൂടാക്കണം. കാൽസിനേഷൻ നമ്മൾ ചൂടാക്കുക വായുവിൻ്റെ അസാന്നിധ്യത്തിലോ അല്ലെങ്കിൽ കുറഞ്ഞ വായുവിൻ്റെ പ്രസൻസിലോ ആണ്, അഥവാ കുറഞ്ഞ വായുവിലോ ആയിരിക്കും. അതായത് ലെസ് ഓക്സിജൻ അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് കാൽസിനേഷൻ. റോസ്റ്റിങ്ങോ അവിടെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിജൻ്റെ പ്രസൻസിലാണ് എന്ത് ചെയ്യുക, ചൂടാക്കുക. രണ്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ അറിയണം, കാൽസിനേഷൻ ഉപയോഗിക്കുക കാർബണേറ്റുകളും
ഹൈഡ്രോക്സൈഡുകളാണ്. എന്നാൽ റോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുക ആരാണ്? സൾഫൈഡുകളാണ്. അതിന് എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾ പഠിക്കുക. സിങ്കിൻ്റെ തന്നെ 2 അയിരുകളാണ് സിങ്ക് കാർബണേറ്റ് അഥവാ കെലാമിൻ. അതേപോലെ തന്നെ സിങ്കിൻ്റെ മറ്റൊരു ഓറാണ് സിങ്ക് ബ്ലെൻഡ് അഥവാ ZnS. ക്ലിയർ? ZnS നമ്മൾ ഉപയോഗിക്കുക റോസ്റ്റിംഗ് ആണെങ്കിൽ, സിങ്ക് കെലാമിൻ അഥവാ കാർബണേറ്റ് നമ്മൾ ഉപയോഗിക്കുക ഏതാണടാ? നമ്മുടെ കാൽസിനേഷൻ ആണ്. ഓക്കെ അല്ലേ? അത് ഓർത്തിരിക്കാൻ ഞാനൊരു വഴി പറഞ്ഞിരുന്നു. കാർബണേറ്റും ഹൈഡ്രോക്സൈഡും ആണ് ഇവിടെ ഉപയോഗിക്കുക, കാൽസിനേഷനിൽ ഉപയോഗിക്കുക. ഓൾറെഡി ഇവർക്ക് ഇടയിൽ എന്തുണ്ട്? ഓക്സിജൻ. CO3 ഓക്സിജൻ ഉണ്ട്, OH ഓക്സിജൻ ഉണ്ട് അല്ലേ? അപ്പോൾ പിന്നെ അവർക്ക് ഇനി വീണ്ടും ഓക്സിജൻ ആഡ് ചെയ്യേണ്ടെന്നുള്ളത് എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി എന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു, ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, പേര് കൊടുക്കാനാണ്. Analyze the structure of the given compound. How many carbon atoms are in the main chain? What is the name of the branching alkyl group? ഇവിടെ ഈ സാധനത്തിന് പേര് കൊടുക്കാനല്ല, അവിടുത്തെ ബ്രാഞ്ചിൻ്റെ പേര് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ബ്രാഞ്ച് കിട്ടണമെങ്കിൽ മെയിൻ ചെയിൻ തിരഞ്ഞെടുക്കണം. ഇങ്ങനെ മെയിൻ ചെയിൻ തിരഞ്ഞെടുക്കുക, ലെഫ്റ്റിൽ നിന്ന് എണ്ണണം, റൈറ്റിൽ നിന്ന് എണ്ണണം, എണ്ണാൻ പറ്റുന്ന രീതിയിലൊക്കെ എണ്ണണം, ഏറ്റവും വലിയ ചെയിൻ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഞാനിപ്പോൾ ഈ ഇത് എടുക്കുകയാണ് കേട്ടോ, ശ്രദ്ധിച്ചോ, ഈ ചെയിൻ എടുക്കുക. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട്? 1 2 3 4 5. ഞാൻ എടുക്കുന്നത് ഈ ചെയിനാണ്. അപ്പോൾ ഇതിൽ എത്ര ഉണ്ട് പറ? 1 2 3 4 1 2 3 4 5 6. ഇനി എടുക്കുന്നത് ഈ ചെയിൻ, ഇങ്ങനെ ഒരു ചെയിൻ കൊടുക്കാമല്ലോ. അതിൽ എത്ര വരിക? 1 2 3 4 5 6. അപ്പോൾ മാക്സിമം അവിടെ വരിക എത്രയാണ്? 6 ആണ്. 6 വരുന്ന ഏതെടുത്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇനി താഴത്തെ എടുക്കണോ മേലത്തെ എടുക്കണോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 6 വരുന്ന ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. സോ ഞാൻ ഇതെടുത്തു, 6 വരുന്നത്. അപ്പോൾ ബാക്കി കൂട്ടത്തിൽ പെടാത്ത ആളാരാ? ബ്രാഞ്ചാണ്. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ മെയിൻ ചെയിനിൽ 6 കാർബൺ ഉണ്ട്. മുഖ്യ ചെയിനിൽ എത്ര കാർബണുകളുണ്ട്? 6 കാർബണുകളുണ്ട്. ഓക്കെ, പ്രധാന ചെയിനിൽ. ഇനി ഇവിടുത്തെ ബ്രാഞ്ച് ആരാ? ഇതാണ് നമ്മുടെ ബ്രാഞ്ച്. ആരാ നമ്മുടെ ബ്രാഞ്ച്? ഇതാണ് നമ്മുടെ ബ്രാഞ്ച് അല്ലേ? ആര്? CH2 CH3. CH2 CH3 ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പേരെന്താ? ഈഥൈൽ. എന്താ അതിൻ്റെ പേര്? ഈഥൈൽ. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചിൻ്റെ പേരെന്താണെടാ? ഈഥൈൽ ഗ്രൂപ്പാണ് നമ്മുടെ എന്ത്? ബ്രാഞ്ച്. ഈഥൈൽ ഗ്രൂപ്പാണ് നമ്മുടെ എന്ത്? ബ്രാഞ്ച്. ക്ലിയർ? ഇതും ഓക്കെ. അഥവാ C2H5 ഇതാണ് നമ്മുടെ എന്ത്? ബ്രാഞ്ച്. അടുത്തത് ഒബ്സർവ് ദ ഐറ്റംസ് ഗിവൺ ബിലോ. വീണ്ടും ഗാൽവാനിക് സെല്ലാണ്. നമ്മൾ ആദേശ രാസപ്രവർത്തനം അറിഞ്ഞാൽ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അറിയുന്ന ഒരാൾക്ക് ഗാൽവാനിക് സെല്ല് അറിയത്തുള്ളൂ. ഗാൽവാനിക് സെല്ല് നമ്മൾ ഡാനിയൽ സെല്ല് വിളിക്കുന്നൊക്കെ അതിൻ്റെ വേറൊരു പേരാണ് വോൾട്ടായിക് സെല്ല്. അതിൽ സിങ്ക് കോപ്പർ സെല്ലിന് നമ്മൾ ഡാനിയൽ സെല്ല് വിളിക്കുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മ വരുമ്പോൾ പറയുകയാണ്. കാരണം എന്ത് വന്നാലും ഞാൻ പറഞ്ഞു ഒന്ന് പറയണേ, എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോ, സിങ്ക് മാഗ്നീഷ്യം കോപ്പർ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മാഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, സോൾട്ട് ബ്രിഡ്ജ്, ഇത്രയും തന്നിട്ടുണ്ട്. നല്ലൊരു 6 ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ, നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ കിട്ടൂല, ആൻസർ ചെയ്യാൻ കിട്ടൂല. ഞാൻ അതിലൊരു പോയിന്റ് പറയുന്നുണ്ട്, നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ ഈ പോയിന്റ് കേട്ടോ. ശ്രദ്ധിച്ചോ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ഗാൽവാനിക് സെൽ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദിസ്. ഇത് ഉപയോഗിച്ചിട്ട് എത്ര ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പോൾ ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് എന്താ? ആനോഡ് വേണം. അതേപോലെ തന്നെ ആര് വേണം? കാഥോഡ്. ആനോഡ് മുക്കി വെക്കാൻ വേണ്ടിയിട്ട് ആനോഡിൻ്റെ എന്ത് വേണം? സൊല്യൂഷൻ, ലായനി വേണം. കാഥോഡ് മുക്കി വെക്കാൻ വേണ്ടി കാഥോഡിൻ്റെ എന്ത് വേണം? സൊല്യൂഷൻ വേണം. ഒരെന്തും വേണം? സോൾട്ട് ബ്രിഡ്ജ്. ഇവിടെ ഉപയോഗിച്ച സോൾട്ട് ബ്രിഡ്ജ് വേറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അതൊന്നുമില്ല. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ഒരെണ്ണം ഉണ്ടായാൽ മതി. ക്ലിയർ? ഇതാണ് ആകെ ഗാൽവാനിക് സെൽ. പിന്നെ അവിടെ നിങ്ങൾ വോൾട്ട് മീറ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് കറണ്ട് പോകണുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിലൊരു എസെൻഷ്യൽ ആയിട്ടുള്ള എന്തല്ല സാധനമല്ല. ഓക്കെ, എസെൻഷ്യൽ ആയിട്ടുള്ള സാധനം നമ്മൾ ഉദ്ദേശം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അവിടെ വോൾട്ട് മീറ്റർ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ആനോഡും കാഥോഡും ആണോ അത് മുക്കി വെക്കാൻ വേണ്ടി ഇവിടെ എന്തുണ്ടോ? സോ അതിൻ്റെ ലൈനുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നോക്ക്, നമ്മുടെ ബാക്ക് നമ്മൾ ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ ആരൊക്കെ ഉണ്ട്? നമ്മൾ ആദ്യം തന്ന മെറ്റൽസ് ആണ് എടുത്ത് എഴുതുക. സിങ്ക് ഉണ്ട്, പിന്നെ മഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇതിനെ ഓരോന്നും മുക്കി വെക്കുക, അതിൻ്റെ ലൈൻ ഉണ്ടോ നോക്കുക. സിങ്കിന് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? സിങ്ക് സൾഫേറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ZnSO4. മഗ്നീഷ്യത്തിന് എന്ത് തന്നിട്ടുണ്ട്? മഗ്നീഷ്യം MgSO4 അതിൻ്റെ ലായനിയുണ്ട്. കോപ്പറിന് കോപ്പർ സൾഫേറ്റും ഉണ്ട്. അപ്പോൾ 3 ലായനിയുണ്ട്. അതിക്ക് മുക്കി വെക്കുക, അതിൻ്റെ ലോഹങ്ങൾ മെറ്റലും ഉണ്ട്. ഇത് ഉപയോഗിച്ച് എത്ര എന്ത് ഉണ്ടാക്കുക? ഗാൽവാനിക് സെൽ ഉണ്ടാക്കുക. നല്ലൊരു പോയിന്റാണ്, ശ്രദ്ധിച്ചോ. സോൾട്ട് ബ്രിഡ്ജ് ഒരെണ്ണം മതി കേട്ടോ. കാരണം നമുക്ക് സോൾട്ട് ബ്രിഡ്ജ് അവിടെ നിന്ന് മാറി വെക്കാം. നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന നോക്കണേ. അത് വെച്ചിട്ട് അയ്യോ ഒരു സോൾട്ട് ബ്രിഡ്ജ് അല്ല, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക അത് ആലോചിക്കേണ്ടത്. ഇത് വെച്ചിട്ടാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോ. 3 എന്തുണ്ട്? ലോഹങ്ങളുണ്ട്. അതിൻ്റെ 3ൻ്റെ എന്തുണ്ട്? ലവണ ലായനികൾ, സോൾട്ട് സൊല്യൂഷൻസും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എങ്ങനെ എന്തുണ്ടാക്കും? നമ്മൾ എത്ര ഗാൽവാനിക് സെൽ ഉണ്ടാക്കും? വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. അത് നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമുക്കൊരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ എത്ര മെറ്റൽസ് മതി? 2 എണ്ണം. അവർ ക്രിയാശീലത്തിൽ എന്തുണ്ടാവണം? വ്യത്യാസം, അഥവാ അവരുടെ റിയാക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ
ഏത് രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം. നമ്മൾ ആ ശ്രേണിയിൽ സീരീസിൽ പഠിച്ച പൊട്ടാസ്യം മുതൽ ഗോൾഡ് വരെ ഏതെങ്കിലും രണ്ടെണ്ണം, കാരണം ഏത് രണ്ടെടുത്താലും അവർ തമ്മിൽ എന്തുണ്ടാവും, റിയാക്ടിവിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ മോർ റിയാക്റ്റീവ്, ക്രിയാശീലം കൂടിയ ആൾ ആനോഡായിട്ട് നിൽക്കും, ക്രിയാശീലം കുറഞ്ഞ ആൾ കാഥോഡായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് എന്ത് ഡിഫറൻ്റ് ആയ രണ്ടാൾക്കാർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ചോ, ഇവിടെ സിങ്കും മഗ്നീഷ്യം ഉപയോഗിച്ചിട്ട് എനിക്കൊരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം, ഉണ്ടാക്കിക്കൂടെ? അതേപോലെ സിങ്കും കോപ്പർ ഉപയോഗിച്ച് എനിക്കൊരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം, ഉണ്ടായിക്കൂടെ? അപ്പോൾ 1 2 ഇനി അതേപോലെ മഗ്നീഷ്യവും കോപ്പർ ഉപയോഗിച്ച് എനിക്ക് എന്തുണ്ടാക്കാം, ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം. അപ്പോൾ എത്ര എണ്ണമായി? 3 എണ്ണമായി. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ എന്ത് വരച്ച് നോക്കുക. ഇനി അടുത്ത എക്സാം ചോദിച്ചു, 4 മെറ്റൽസ് ഉണ്ട്, ABCD. ഏതോ 4 ഇപ്പോൾ കോപ്പറാണോ മഗ്നീഷ്യാണോ നിങ്ങൾ ആലോചിക്കേണ്ട. അപ്പോൾ ഏതോ 4 ഇത് ഉപയോഗിച്ച് എത്ര ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം നിങ്ങളോട് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? Aയും Bയും വെച്ച് ഒരെണ്ണം ഉണ്ടാക്കുക, Aയും Cയും വെച്ച് ഒരെണ്ണം ഉണ്ടാക്കുക, Aയും Dയും വെച്ച് ഒരെണ്ണം ഉണ്ടാക്കുക. അപ്പോൾ എത്ര എണ്ണമായി? 3 എണ്ണമായി. ഇനി തിരിച്ച് ഇങ്ങോട്ട് വരക്കാൻ പറ്റും, ബിയും എയും ഇല്ല, കാരണം അത് എയും ബിയും വെച്ച് ഉണ്ടാക്കുന്നതിനാണ് ബിയും എയും വെച്ചിട്ട്, അപ്പോൾ അത് പറ്റൂല. ഇനി അടുത്തത് ബിയും അടുത്ത ആളും ബിയും സിയും വെച്ചുണ്ടാക്കുക, അപ്പോൾ എത്രയായി? 4 ആയി. ബിയും ഡിയും വെച്ചുണ്ടാക്കുക, അപ്പോൾ എത്രയായി? 5 ആയി. ഇനി അടുത്ത സീൻ്റെ കാര്യങ്ങൾ നോക്കാം. സി വെച്ചിട്ട് നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ? സിക്ക് ബിയും വെച്ചും പറ്റൂല, എയും വെച്ചും പറ്റൂല, കാരണം ഓൾറെഡി നമ്മൾ അതിൻ്റെ തമ്മിൽ ഉണ്ടാക്കി. ഇനി സിയും ഡിയും വെച്ചുണ്ടാക്കുക, അപ്പോൾ എത്ര ഉണ്ടാക്കുക? 6 എണ്ണം. അപ്പോൾ 4 ലോഹങ്ങൾ മെറ്റൽസ് മാത്രം പോരാ, അതിൻ്റെ എന്തും ഉണ്ടാവണം, ലായനികൾ, സൊല്യൂഷൻസും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഉണ്ടാക്കുക? 6 എണ്ണം. ഇതിനൊരു ഇക്വേഷൻ ഒന്നുമില്ല, ഇനി ഇക്വേഷൻ്റെ ആവശ്യമില്ല, നമുക്കിത് ലോജിക്ക് മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എത്ര എണ്ണം ഉണ്ടാ? 3 ലോഹങ്ങളും. ആരൊക്കെയാണ് നമ്മൾ 3 ലോഹങ്ങൾ? സിങ്ക്, മഗ്നീഷ്യം. നമുക്ക് അതിൻ്റെ ഓർഡറിൽ തന്നെ എഴുതല്ലേ, നമ്മൾ സീരീസിൽ ഏറ്റവും ഓർഡറിൽ ആരാണ്? മഗ്നീഷ്യം അല്ലെ? പൊട്ടാസ്യം ആ സീരീസിൽ ചോദിക്കുകയാണെങ്കിൽ മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ. ക്ലിയർ? അങ്ങനെ മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ വരികയാണെങ്കിൽ നമുക്ക് നോക്കിക്കോ, 3 ആൾ വെച്ചിട്ട് എത്ര ഉണ്ടാക്കാം? മഗ്നീഷ്യം, സിങ്ക് വെച്ച് വരണം, മഗ്നീഷ്യം, കോപ്പർ വെച്ച് വരണം, സിങ്കും കോപ്പർ വെച്ച് വരണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി എത്ര ഉണ്ടാക്കാം? 3 എണ്ണം ഉണ്ടാക്കാം. വിച്ച് ഗാൽവാനിക് സെൽ ഹാസ് എ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോ. ആ ക്രിയാശീല ശ്രേണി അഥവാ റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും മേലുള്ളത് ആരാ? പൊട്ടാസ്യം. ഏറ്റവും താഴെയുള്ളത് ആരാ? ഗോൾഡ്. ഇവർക്കിടയിലെ ഡിഫറൻസ്, ഇവർക്കിടയിലെ അകലം കൂടുന്തോറും ഇവിടുത്തെ എന്തും കൂടുന്നു മനസ്സിലാക്കിക്കോ എൻ്റെ മക്കൾ, വോൾട്ടേജും കൂടുന്നു മനസ്സിലാക്കിക്കോ. അതായത് ഏറ്റവും മേലുള്ള ആളെയും ഏറ്റവും താഴെയുള്ള ആളെയും തമ്മിൽ എടുക്കുമ്പോഴായിരിക്കും നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ എന്തുണ്ടാക്കാൻ പറ്റുക? വോൾട്ടേജ്. ഏറ്റവും ക്രിയാശീലം കൂടിയ ആൾ, ഏറ്റവും റിയാക്റ്റീവ് ആയ ആൾ നമ്മൾ എന്തായിട്ട് എടുക്കണം? ആനോഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് എപ്പോഴാണ് കിട്ടുക? പൊട്ടാസ്യത്തെ നമ്മൾ എന്തായിട്ട് എടുക്കണം? ആനോഡായിട്ട് കൊടുക്കണം. ഏറ്റവും ക്രിയാശീലം കുറഞ്ഞ, റിയാക്ടിവിറ്റി കുറഞ്ഞ, കോപ്പർ എഴുതി, ഗോൾഡ് കേട്ടോ, ഗോൾഡിന് നമ്മൾ എന്തുമായിട്ട് എടുക്കണം? കാഥോഡുമായിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് കിട്ടുക. പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ നമ്മളോട് ചോദിച്ചുള്ളത് ഈ 3 എണ്ണത്തിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 എണ്ണത്തിൽ നമ്മൾ ആ ഓർഡറിൽ എഴുതുക. ആരൊക്കെ? സീരീസിൽ എഴുതുമ്പോൾ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, പൊസോഗാമാസീനിലെ ഹൈക്കോസിസോ ഒക്കെ നമ്മൾ ഓർമ്മ ഉണ്ടാവണം. ആ ഓർഡറിൽ എഴുതുമ്പോൾ ഇവിടെ തന്നതിൽ ഏറ്റവും മേലെ ആരാണ്? മഗ്നീഷ്യം. അതിൻ്റെ താഴെയാണ് ആര്? സിങ്ക്. അതിൻ്റെയും താഴെയാണ് ആര്? കോപ്പർ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ രണ്ടെണ്ണത്തിന് ഉപയോഗിക്കണം? ആർക്കിടയിലെ ഡിഫറൻസ് കൂടുതൽ? ഇവിടെയാണോ ഡിഫറൻസ് കൂടുതൽ? ഇവിടെയാണോ ഡിഫറൻസ് കൂടുതൽ? അത് ഇവിടെയാണോ ഡിഫറൻസ് കൂടുതൽ? ഞാൻ 3ാമത് വരച്ചേ അല്ലേ, കാരണം ഏറ്റവും മേലെ ഏറ്റവും താഴെയുള്ള ആൾ എടുക്കണം എന്നല്ലേ പറഞ്ഞേ. പോയിന്റ് നല്ലോണം ശ്രദ്ധിക്കണേ മക്കളെ. ഇപ്പോൾ നമ്മൾ ആര് ആനോഡായിട്ട് എടുക്കണം? മഗ്നീഷ്യത്തെ ആനോഡായിട്ടും കോപ്പർ കാഥോഡായിട്ടും എടുക്കുന്ന ഗാൽവാനിക് സെല്ലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുക? വോൾട്ടേജ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഏറ്റവും കൂടുതൽ വോൾട്ടേജ്, ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് കിട്ടണമെങ്കിൽ ഏത് ഗാൽവാനിക് സെൽ എടുക്കണം? മഗ്നീഷ്യം, കോപ്പർ ഗാൽവാനിക്. ഇനി ഗാൽവാനിക് സെല്ലിന് പേര് കൊടുക്കുക അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ കോപ്പറും സിൽവർ ഉപയോഗിച്ച് ഗാൽവാനിക് സെൽ ഉണ്ടാക്കി, അപ്പോൾ നമ്മൾ എങ്ങനെ പേര് കൊടുക്കുക? കോപ്പർ സിൽവർ ഗാൽവാനിക് സെൽ. അതേപോലെ കോപ്പറും സിങ്ക് ഉപയോഗിച്ച് ഗാൽവാനിക് സെൽ ഉണ്ടാക്കി, അപ്പോൾ നമ്മൾ പേര് കൊടുക്കുക സിങ്ക് കോപ്പർ സിങ്ക് ഗാൽവാനിക് സെല്ല് നല്ല പേര് കൊടുക്കുക. എങ്ങനെ പേര് കൊടുക്കുക? തിരിച്ച് സിങ്ക് കോപ്പർ ഗാൽവാനിക് സെൽ. അതായത് ഒരു ഗാൽവാനിക് സെല്ല് പേര് എഴുതുമ്പോൾ എപ്പോഴും ആദ്യം ക്രിയാശീലം, റിയാക്ടിവിറ്റി കൂടിയ ആളെയും പിന്നെ കുറഞ്ഞ ആളെയാണ് എന്ത് ചെയ്യുക? പറയാ. അതും കൂടെ എന്ത് ചെയ്യണം? ഓർമ്മയുണ്ടാവണം. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഒക്കറിങ് അറ്റ് ദ ആനോഡ് ഓഫ് ദ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കണം? നമ്മുടെ മഗ്നീഷ്യവും കോപ്പർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, എല്ലായിടത്തും ആനോഡിൽ എന്തേ നടക്കുള്ളൂ? ഓക്സിഡേഷൻ. അത് മറ്റേ നമ്മുടെ ഗാൽവാനിക് സെല്ലാണെങ്കിൽ ശരി, നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രോലിറ്റിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെല്ലാണെങ്കിൽ ശരി, എല്ലായിടത്തും ആനോഡിൽ എന്തേ നടക്കുള്ളൂ? ഓക്സീകരണം. പക്ഷേ ഗാൽവാനിക് സെല്ലിൽ ആനോഡിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും നേരെ തിരിയും. ആനോഡിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവും, കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവ്. ആ ചാർജിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആനോഡിൽ എപ്പോഴും എന്തേ നടക്കുള്ളൂ? ഓക്സീകരണം. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആനോഡ് ആരാണ്? മഗ്നീഷ്യമാണ്. മഗ്നീഷ്യത്തിൽ എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുക. നമുക്ക് 2 ഇക്വേഷൻ എഴുതാം. മഗ്നീഷ്യം ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്താ കിട്ടുക? മഗ്നീഷ്യം 0 ആയിരിക്കും. അത് എന്തായി മാറും? പറ. Mg2+
+2 ഇലക്ട്രോൺ. ഇതാണ് ഇവിടുത്തെ ഓക്സിഡേഷൻ. എന്താ റിഡക്ഷൻ? ആർക്ക് റിഡക്ഷൻ നടക്കുക? കോപ്പറിനാണോ? അല്ല. കോപ്പർ എവിടെ മുക്കി വെക്കുക? കോപ്പർ സൾഫേറ്റ് ലായനി. ഞാൻ പറഞ്ഞു കോപ്പറിന് റിഡക്ഷൻ നടക്കൂല, കോപ്പറിന് നിരോക്സീകരണം നടക്കൂല. കോപ്പറിന്റെ ലായനിലുള്ള കോപ്പർ അയോൺ Cu2+ അയോണിന് നിരോക്സീകരണം നടക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ റിഡക്ഷൻ ഇക്വേഷൻ നിരോക്സീകരണ സമവാക്യം എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതണ്ടേ? Cu2+ +2 ഇലക്ട്രോൺ ഗീവ്സ് Cu0. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒരു വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് വരാണ്ട് ഇത് നന്നായിട്ട് റിവൈസ് ചെയ്യുക, എന്നിട്ട് അടുത്ത പാർട്ട് കാണുക. ഓക്കെ.